യെസ്. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സെഷനാണ് ഞാനുമായിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. റൈറ്റ്. അപ്പൊ അത്യാവശ്യം എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അത്യാവശ്യം ആൾക്കാരുടെ കാണാം. സുബിൻ, കിരൺ, കരുൺലാൽ, മനോജ് എം. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടോ? എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കാം. റൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ കുറച്ചു കാലത്തിന് ശേഷമാണ് നമ്മളൊരു മലയാളത്തിലൊരു കംപ്ലീറ്റ് സെഷൻ ചെയ്യുന്നത്, നമ്മുടെ പാസീവ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ കൂടെ ഇന്ന് ശ്രീറാം രാംദാസ് ഉണ്ട്. സോ ശ്രീറാം ഗ്രീൻ പോർട്ട്ഫോളിയോയുടെ റിസർച്ച് അനലിസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടാവും. റൈറ്റ്. അപ്പൊ പുള്ളിയായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു Q&A സെഷൻ നടത്തുന്നത്. അപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായി. അപ്പൊ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക. പിന്നെ ഗ്രീൻ പോർട്ട്ഫോളിയോയുടെ കൂടുതൽ പ്രൊഡക്ട്സും ഇല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള സ്മോൾ കേസ് ബാസ്കറ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഗോയിങ് ഫോർവേഡ് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നിങ്ങൾ നോക്കണം എന്നുള്ളതും അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു Q&A ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. അപ്പൊ ശ്രീറാം, അതിൽ നിന്ന് നമുക്ക് ശ്രീറാമിനെ വെൽക്കം ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്. അപ്പോ ശ്രീറാം കേൾക്കാവോ? ശ്രീറാം. ഓക്കെ. സോ ശ്രീറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രീൻ പോർട്ട്ഫോളിയോയുടെ റിസർച്ച് അനലിസ്റ്റ് ആണെങ്കിലും ആളൊരു മലയാളിയാണ്. സോ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കാണാം നമുക്ക് ഈ ഒരു സെഷൻ മലയാളത്തിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് ശ്രീറാം മലയാളി ആയതുകൊണ്ട് തന്നെയാണ്. സോ ശ്രീറാം, വെൽക്കം ടു ദ ഇവന്റ്. ഓക്കെ. അപ്പോ ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത്, ഇവിടെ ചാറ്റ് ഓൺ ആണ്. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ള Q&A, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. സോ ഗോയിങ് ഫോർവേഡ് നമ്മൾ അത് ഓരോന്നായിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചെറിയൊരു ബ്രീഫ് തരാം. അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. റൈറ്റ്. അപ്പോ നിങ്ങളുടെ ഡൗട്ട്സ് ഇപ്പുറത്ത് ഓൾറെഡി പ്രീവിയസ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒക്കെ ചാറ്റിൽ ഇടാം. അപ്പൊ അത് എടുക്കുന്നതായിരിക്കും. റൈറ്റ്. അപ്പോൾ നമ്മുടെ മെയിൻ പർപ്പസ് ഇല്ല, നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ അതിനു മുന്നേ ഒരുപാട് ആൾക്കാർ പ്ലഡ്ജിങ്ങിനെ കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ബേസിക്കലി ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. റൈറ്റ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലഡ്ജിങ് എന്താണ് എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ പ്ലഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്ലഡ്ജ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. നമ്മള് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയൊരു ബോറിംഗ് ആയിരിക്കും എന്നാലും. അപ്പൊ അതായത് പ്ലഡ്ജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് 10 lakh ആണ് ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മേ ബി 10 lakh ക്യാഷ് ആയിട്ട് ആ ബ്രോക്കർ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് എടുക്കുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഗോയിങ് ഫോർവേഡ് ഇപ്പൊ 10 lakh ആണ്, മേ ബി ഒരുപാട് കാലം കഴിയുമ്പോൾ അത് മനസ്സിലാറില്ലെങ്കിൽ അതിൽ കൂടുതലാണ്. അപ്പൊ അത്രയും എമൗണ്ട് ക്യാഷ് ആയിട്ട് ലൈങ് ആണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ. അപ്പൊ അതൊരു നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു വലിയൊരു നെഗറ്റീവ് ആണല്ലേ. നമ്മൾ ക്യാഷ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മാർക്കറ്റിനെ കുറിച്ചിട്ടും ഇല്ല ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ എമൗണ്ട് ക്യാഷ് ആയിട്ട് വെറുതെ ഇരിക്കുകയാണെന്നുള്ളത് വളരെ എന്താ പറയാ ഒരു മോശം ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ആഴ്ചയിലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കാം, ബിസി ആയിരിക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആ എമൗണ്ട് അവിടെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ അങ്ങനെ ക്യാഷ് ആയിട്ട് ലൈങ് അത്ര നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോ ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സും നമുക്ക് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലഡ്ജിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. റൈറ്റ്. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, ETF കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഹോൾഡിംഗ്സിൽ, ലോങ് ടേം ഹോൾഡിംഗ്സിൽ അല്ലെ. അപ്പൊ ഈ ലോങ് ടേം ഹോൾഡിംഗ്സ് നമ്മൾ ഷോർട്ട് ടേമില് പ്രോഫിറ്റ് ബുക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ വളരെ ഒരു 5 year ഇല്ല 10 year ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആണ്. ഒരു ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫിനാൻഷ്യൽ അസറ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ അസറ്റിന് നമ്മൾ പ്ലെഡ്ജ് ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പണയം വെക്കുകയാണ്. റൈറ്റ്. അപ്പൊ 10 lakh ഉള്ള ഒരാള് അയാളുടെ ഒരു 5 lakh ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ലോങ് ടേം വേറെ, അതായത് 10 lakh. അപ്പൊ പുള്ളിക്ക് എന്ത് ചെയ്യാം? പുള്ളിക്ക് ആ ഒരു 5 lakh ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട്
പ്ലഡ്ജ് ചെയ്യാം. അപ്പൊ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കർ എക്സ്ട്രാ മാർജിൻ കൊടുക്കും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ മാർജിൻ കിട്ടുകയാണ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരത്തെ 10 lakh ഉണ്ടായിരുന്ന ഒരാൾ വേറൊരു 5 lakhന്റെ ലോങ് ടേം ക്യാപിറ്റലിലൂടെ പ്ലഡ്ജ് ചെയ്തപ്പോൾ അയാളുടെ ഇപ്പോൾ ട്രേഡിംഗ് ക്യാപിറ്റൽ മേ ബി 14 lakhs ഇല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം, റൈറ്റ്? അപ്പോൾ നിങ്ങളുടെ മാർജിൻ കൂടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് പെർസെന്റേജ് ഒരുപക്ഷെ കുറക്കാം, നിങ്ങൾ എടുക്കുന്ന റിസ്ക് ഒരുപക്ഷെ കുറക്കാം ട്രേഡിംഗിൽ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പെർസെന്റേജ് ഇല്ലെങ്കിൽ ആബ്സല്യൂട്ട് റിട്ടേൺസ് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വളരെ ഷോർട്ട് ടേമിൽ. അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മുടെ ഈ ലോങ് ടേം പോർട്ട്ഫോളിയോ ഓവർ ദ ടൈം ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതാണ് പ്ലഡ്ജിങ്ങിന്റെ മെയിൻ പർപ്പസ്. ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം പ്ലഡ്ജിങ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള റീസണും അതാണ്. നമ്മൾ വളരെ എന്താ പറയാ ബോറിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യാണ്, മേ ബി അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കുറവുള്ള ഒരാളാണെങ്കിൽ മേ ബി ഓവർനൈറ്റും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്ട്രാറ്റജി പ്രകാരം ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഹോൾഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, റൈറ്റ്? അപ്പൊ അത്ര ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മുടെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലും കൂടെ നമ്മൾ റിട്ടേൺ ഉണ്ടാക്കുക ഓവർ ദ ടൈം. അപ്പൊ അതാണ് ഇവിടെ പ്ലഡ്ജിങ്ങിനെ കൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പ്ലഡ്ജിങ്ങിന് ഫീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ പ്ലഡ്ജിങ്ങിന്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ബ്രോക്കർ ആണ്. അപ്പൊ ഇത് ഓരോ ബ്രോക്കറിലും പ്ലഡ്ജിങ്ങിന്റെ ആ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അവര് ചാർജസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ സറോദയൊക്കെ പോലത്തെ ബ്രോക്കർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ട് ട്രാൻസാക്ഷൻ ഫീ ആണ് വാങ്ങിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 20 രൂപയായിരിക്കും നിങ്ങളുടെ കോസ്റ്റ് വരുന്നത്. അപ്പൊ ഇത് ഓരോ ബ്രോക്കറിലും വ്യത്യാസമാണ്. റീസെന്റ് ആയിട്ട് ഫയേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്രീ ആണ്, കറന്റ് അവർ ചാർജ് ഒന്നും ചെയ്യുന്നില്ല. ഗോയിങ് ഫോർവേഡ് അവർ ചേഞ്ച് ചെയ്തേക്കാം. അപ്പോ പറഞ്ഞു വരുന്നത് ബ്രോക്കറിൽ ഡിപ്പെൻഡഡ് ആണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ പ്ലഡ്ജിങ്ങിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കുറച്ച് ഓരോ ബ്രോക്കേഴ്സും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഇതിന് ഫോർ ദ ടൈം ഇപ്പൊ നോക്കുകയാണെങ്കിൽ വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ല. ഓരോ ബ്രോക്കറിലും ഫീസ് ഡിഫറൻസ് ഉണ്ട്, അവരുടെ ചാർജസ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ പ്ലഡ്ജിങ്ങിന് അലോ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ HDFC ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ സെറോദ അത് അപ്രൂവ് ചെയ്യുന്നുണ്ടാവും, മേ ബി ഫയേഴ്സ് അത് അപ്രൂവ് ചെയ്യുന്നുണ്ടാവില്ല. കാര്യം ഓരോ ബ്രോക്കേഴ്സിനും ഡിപ്പെൻഡഡ് ആണ്. അപ്പോ ആ ബ്രോക്കർക്ക് തീരുമാനിക്കാം ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണ് ഈ പ്ലഡ്ജിങ്ങിന് അലോ ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ പ്ലഡ്ജിംഗ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ഒരു ഫെസിലിറ്റി ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എൻ ഓപ്ഷൻ സെല്ലർ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും ലോങ് ടേമിൽ നമ്മുടെ റിട്ടേൺ നല്ല രീതിയിൽ ബെറ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമ്മളെല്ലാവരും ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു പ്രശ്നം തോന്നിയത്. ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പ്ലഡ്ജ് ചെയ്യണം എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ചില ആൾക്കാർ പറയും, ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയാം PR സുന്ദർ കാര്യങ്ങൾ. അപ്പൊ മാർക്കറ്റിലൂടെ ഒരുപാട് ആൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഭാരത് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണ്ട് ഫണ്ട് ആണ്, ETF ആണ്. അപ്പോൾ ആ ഒരു ETF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. വളരെ ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്ലഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഒരു പുതിയൊരാൾ വരുമ്പോൾ എവിടെ പോയിട്ട് പ്ലഡ്ജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഗ്രീൻ പോർട്ട്ഫോളിയോ ആയിട്ട് സംസാരിക്കേണ്ടായി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ എന്നുള്ള പോർട്ട്ഫോളിയോയിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശ്രീരാമനോടും ഇല്ലെങ്കിൽ ഗ്രീൻ പോർട്ട്ഫോളിയോ ടീമിനോടും മെയിൻ ആയിട്ട് സംസാരിച്ചത് നമുക്ക് വോളറ്റിലിറ്റി ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് പ്ലെഡ്ജ് ചെയ്ത് ട്രേഡ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ കോവിഡ് വന്നു, നമ്മൾ നിഫ്റ്റി ബീസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. 10 lakh നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് പകുതിയായിട്ട് ഇല്ലേ ഒരു 40+% താഴേക്ക് വരികയാണ്. അപ്പോ അത്ര വരെ എന്റെ ക്യാപിറ്റല് ഞാൻ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. എന്റെ 10 lakh ആണ് എന്റെ ട്രേഡിംഗ് ക്യാപിറ്റൽ എങ്കിൽ കോവിഡ് വന്ന് നെക്സ്റ്റ് മന്തിൽ എന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മേ ബി 6 lakh ബിലോ ആണ്. അപ്പൊ അതെന്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കും. മേ ബി ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആയിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി അത് ഭയങ്കരമായിട്ട് ബാധിക്കും, റൈറ്റ്? അപ്പോ വളരെ വോളറ്റിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. ഈവൻ റിട്ടേൺ എന്ന് പറയുന്നത് കുറവായാലും വോളറ്റിലിറ്റി എപ്പോഴും വളരെ ലോ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഒരു പ്രിഫറൻസ് പറഞ്ഞേക്കുന്നത് ഇവിടെ. ഓക്കെ, സെക്കൻഡ് തിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ പ്ലഡ്ജ് മാർജിൻ കിട്ടണം. അപ്പോൾ അവിടെയാണ് ഒരു ടോപ്പിക് ഉള്ളത്, ഹെയർ കട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പ്ലഡ്ജ് ചെയ്യുമ്പോൾ 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 100 രൂപയും പ്ലഡ്ജിന് നമുക്ക് തിരിച്ചു തരില്ല. മേ ബി ഒരു 90 രൂപയായിരിക്കാം ട്രേഡ് ചെയ്യാൻ തരുന്നത്.
₹10 അവരെ കയ്യിൽ വെക്കൂല. നോർമൽ ഗോൾഡിന്റെ ഒക്കെ പ്ലഡ്ജ് ബാങ്കിൽ നടക്കുന്ന പോലെ ഫുൾ എമൗണ്ട്, മാർക്കറ്റിലെ ഫുൾ എമൗണ്ട് ഒരിക്കലും നമുക്ക് മാർജിൻ ആയിട്ട് കിട്ടില്ല. കുറച്ചൊരു ഹെയർ കട്ട് ഉണ്ടാവും ബേസിക്കലി. ഓക്കെ, ആ ഒരു ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഹയർ പ്ലഡ്ജ് മാർജിൻ ആണ് പിന്നീട് മെയിൻ ആയിട്ട് ഒരു റിക്വയർമെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റിട്ടേൺ ഒരിക്കലും മോശമാവരുത്. ഡെറ്റ് ഫണ്ടിനേക്കാളും താഴേക്കുള്ള റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം കൂടെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ വളരെ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കുറവായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു, നോർമൽ ഒരു സ്മോൾ കേസിന്റെ പോർട്ട്ഫോളിയോ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറൌണ്ട് 15 മുതൽ 25 വരെയുള്ള സ്റ്റോക്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്രയും സ്റ്റോക്സ് ഉണ്ടാവുമ്പോൾ സെറോദ പോലത്തെ ഒരു ബ്രോക്കർ ആണെങ്കിൽ ഓരോ സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യത്തെ 10 ചെയ്യുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻ പെർ ട്രാൻസാക്ഷൻ നമ്മൾ ₹20 ഓർഡറിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതും ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് നമ്മുടെ റിക്വയർമെന്റ് നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായി, ഗ്രീൻ പോർട്ട്ഫോളിയോ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായി ഡീറ്റെയിൽഡ് ആയിട്ട്. സേ ആസ് ആൻ ഓപ്ഷൻ സെല്ലർ എനിക്ക് ഇതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ടീം ടുഗദർ ഇരുന്നിട്ട് വളരെ ഡിസ്കസ് ചെയ്തിട്ടാണ് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നിട്ടുള്ളത്. സോ മേ ബി ഞാൻ ഇപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ബ്രീഫ് തരാനാണ് നോക്കിയത്. എന്താണ് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ, എന്തിനാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫ് തരിക എന്നുള്ളതായിരുന്നു മെയിൻ പർപ്പസ്. അപ്പോൾ ബാക്കി താഴേക്ക് മേ ബി നമ്മൾ ഒരു ശ്രീരാമൻ നെക്സ്റ്റ് ആയിട്ട് ശ്രീരാമ ഈ ഒരു ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോന്റെ അകത്ത് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ്, എങ്ങനെയാണ് ഈ ഒരു റിട്ടേണും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വളരെ ചെറിയൊരു റിസ്കിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളതും അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളതുമാണ് ശ്രീരാമൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ് 1 by 1 ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതായിരിക്കും. സോ ഗിവിംഗ് ടു ദ ഫാക്ട് നമ്മൾ 1 hour ആണ് സെഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ മാക്സിമം റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റൈറ്റ്, അപ്പോൾ ഓവർ ടു ശ്രീരാം. ശ്രീരാം ജസ്റ്റ് ഒന്ന് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് തരികയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും. താങ്ക് യു വിപിൻ. അപ്പോൾ ഈ ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ ഞങ്ങൾ ഉണ്ടാക്കിയത് ETF ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ വിപിൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, മിനിമം ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് മെയിൻ അജണ്ട ഈ പോർട്ട്ഫോളിയോന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റണം. നല്ല മാർജിനും കിട്ടണം പ്ലെഡ്ജ് ചെയ്യുമ്പോൾ. മീനിങ് പണയപ്പെടുത്തുമ്പോൾ നല്ല തുക കിട്ടണം. ആ തുകയുടെ മുകളിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമായിരുന്നു ലോ ഡ്രോ ഡൗൺ. അപ്പോൾ ഞങ്ങള് പല സിനാരിയോസും ടെസ്റ്റ് ചെയ്ത് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള അജണ്ടയിലും കൂടി ലോ ഡ്രോ ഡൗൺ ഉള്ള ഒരു മിക്സ് ഞങ്ങൾ ആ പോർട്ട്ഫോളിയോയിൽ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ്ലി റിട്ടേൺസ്. അപ്പോൾ നിഫ്റ്റി ബീസിൽ ഒരു എക്സ്പെക്ടിങ് റിട്ടേൺസ് ഇപ്പോൾ ഒരു 12% ആണ്. ഭാരത് ബോണ്ടിൽ അതൊരു 6% ആണ്. പക്ഷെ ഭാരത് ബോണ്ടും നിഫ്റ്റി ബീസും ഇത് 2 എക്സ്ട്രീമുകളാണ് ഇൻ ടേംസ് ഓഫ് വോളറ്റിലിറ്റിയും റിട്ടേണും. അപ്പോൾ സംതിങ് ഇൻ ബിറ്റ്വീൻ എല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ, അതാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വിപിൻ പറഞ്ഞില്ലെന്ന് അറിയില്ല, നമ്മൾ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അധികം ബ്രോക്കേഴ്സ് ഇത് പ്ലെഡ്ജബിൾ അല്ലായിരുന്നു ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഞങ്ങള് സീറോദ വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഞങ്ങള് ഏഞ്ചൽ 1 ഇപ്പോൾ 5 പൈസ. അപ്പോൾ ഇൻ ദി എൻഡ് ഇപ്പോൾ നമുക്ക് ടോപ്പ് ബ്രോക്കേഴ്സ് ആയ ഏഞ്ചൽ 1ലും സീറോദാലും 5 പൈസയിലും ഇപ്പോൾ പ്ലെഡ്ജബിൾ ആണ്. ഇതായിരുന്നു മെയിൻ അജണ്ട ഈ പോർട്ട്ഫോളിയോന്റെ. പിന്നെ ഇത് നിങ്ങൾ ട്രേഡിംഗ് ആണ് മെയിൻ ആക്ടിവിറ്റി വെച്ചാൽ ഈ അസസ് ചെയ്തിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് ഏതാണ് പുതിയ ETF, ഏതാണ് വെയിറ്റേജ്, മാർക്കറ്റ് എന്നും ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള വെയിറ്റേജ് ചേഞ്ച് ചെയ്യുക. ഇപ്പൊ പുതിയ ETF ഇറങ്ങണു, ആ ETF ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇവൻച്വലി നമ്മളൊരു 5 yearsൽ അജണ്ട എന്ന് വെച്ചാൽ റിട്ടേൺസ് കൂട്ടാൻ നോക്കുക, എക്സ്പെക്ടഡ് റിട്ടേൺസ് കൂട്ടി കൊണ്ടുവരിക. വൈൽ ആ ഡ്രോ ഡൗൺ റിസ്ക് കുറച്ച് കൊണ്ടുവരിക. ഇങ്ങനെ ചേൺ ചെയ്തിട്ട് റീബാലൻസ് ചെയ്ത് ഫ്രീക്വന്റ് റീബാലൻസിങ് പറഞ്ഞാൽ ഒരു കൊല്ലം ഒരു 3 to 4 times റീബാലൻസ് ചെയ്ത് ഈ നമ്മുടെ അജണ്ട മീറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഈ ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോന്റെ ബേസിക് തീസിസ്. മേ ബി അവിടെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എത്രയാണ് റിട്ടേൺ എന്നുള്ളത്. റൈറ്റ്, അപ്പൊ ആസ് ആൻ ഇൻവെസ്റ്റർ എനിക്ക് ആദ്യം അറിയേണ്ടത് അതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും എനിക്കുള്ള എക്സ്പെക്ടഡ് റിട്ടേൺ എന്നുള്ളത്. ഓക്കെ,
ഈ പോർട്ട്ഫോളിയോന്റെ എക്സ്പെക്ടഡ് റിട്ടേൺസ് ആ എല്ലാ വെയിറ്റേജും കൂടി നോക്കുമ്പോൾ, എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൂടി നോക്കുമ്പോൾ എക്സ്പെക്ടഡ് റിട്ടേൺസ് വരുന്നത് 8 to 10% ആണ്. അപ്പോ ഇത് ഇൻഫ്ലേഷൻ ബീറ്റിംഗ് അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോന്റെ ഒബ്ജക്റ്റീവ് ഇല്ല ശരിക്കും. ഭാരത് ബോണ്ടിന്റെ ആയിട്ടും നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാരത് ബോണ്ട് തന്നെയല്ല നല്ലത്. അപ്പൊ ഞങ്ങളൊരു 8 to 10% ഇതിൽ വെച്ചിട്ടാണ് എക്സ്പെക്ടഡ് റിട്ടേൺ നോക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ കണ്ടേക്കുന്ന വേറെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി നമ്മൾ ഭാരത് ബോണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്ലഡ്ജ് ചെയ്യുമ്പോൾ മേ ബി നമുക്ക് ചെറിയ ഹെയർ കട്ട് ആയിരിക്കാം, സേ റിട്ടേൺ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കാം, ട്രേഡിംഗ് ക്യാപിറ്റൽ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഇപ്പൊ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപാട് മുന്നോട്ട് വന്നു അല്ലേ, എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. മേ ബി ഗോയിങ് ഫോർവേഡ് നമ്മൾ ഇങ്ങനെയുള്ള സിനാരിയോസ് കാണാം. അപ്പൊ നമ്മൾ ഒരു ബോണ്ടിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യാണ്. ആ ഒരു മാർക്കറ്റിലുള്ള ആ ഒരു അപ്സൈഡ് നമ്മൾ കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ എനിക്കിത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ട് തോന്നിയത്, നമ്മൾ ഒരു ഇക്വിറ്റി ഇതിൽ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ICICIയുടെ ലോ വോൾ ETF ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അപ്സൈഡ് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി അതൊരു വളരെ എന്താ പറയാ, ഒരു ആസ് എ ഇൻവെസ്റ്റർ എനിക്ക് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ മേ ബി എല്ലാവരും ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, എത്രയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എത്രയാണ് മാക്സിമം ഡ്രോ ഡൗൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എത്രയാണ് എന്റെ റിസ്ക് എന്നുള്ളത് ചോദിക്കും, റൈറ്റ്? അപ്പൊ അവിടെ എന്താ കമന്റ് ചെയ്യാം? ആദ്യം വിപിൻ പറഞ്ഞ പോലെ ഇക്വിറ്റീസ് മാർക്കറ്റ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഭാരത് ബോണ്ട് ഉദാഹരണത്തിന് പിടിക്കുകയാണെങ്കിൽ ആ ഫുൾ ഗെയിൻ, ഉദാഹരണത്തിന് March 23 മാർക്കറ്റ് ബോട്ടം ചെയ്തതെന്ന് വെച്ചാൽ March 23 വരെ ഇന്ന് വരെ നിങ്ങൾക്ക് ഒരു 7.8% 9% റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ, കാരണം ഭാരത് ബോണ്ട് പിടിക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ ആ ടൈമിൽ വെച്ചിട്ട് മാർക്കറ്റ് ബോട്ടം അല്ലെങ്കിൽ ഒരുവിധം April June ഇക്വിറ്റിയും കൂടിയും കിട്ടണമെങ്കിൽ, നല്ല പ്ലെഡ്ജ് കിട്ടണം, നല്ല മാർജിൻ കിട്ടണം, ഇക്വിറ്റി കൂടിയും കിട്ടണമെങ്കിൽ ആ മാർജിൻ, ആ റിട്ടേൺസ് കുറച്ചുകൂടി മാഗ്നിഫൈഡ് ആണ്, കുറച്ചുകൂടി ഇൻക്രീസ് ആയാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോന്റെ അജണ്ട എന്ന് വെച്ചാൽ ഈ റീബാലൻസ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് മാർക്കറ്റ് എക്സോസ്റ്റഡ് ആണ്, മാർക്കറ്റ് ടോപ്പിലാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ ഡെറ്റ് ഫണ്ട്സിന്റെ അല്ലെങ്കിൽ ഡെറ്റ് ETF-ന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അതുപോലെ മാർക്കറ്റ്സ് ലോ ആണെങ്കിൽ ഞങ്ങൾ വേണമെച്ചാൽ ഈ നിഫ്റ്റി ETF എടുത്തിട്ട് മിഡ് ക്യാപ് ETF വെക്കും, എന്നിട്ട് ആ ബോണ്ടിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും, ബോണ്ട് ETF-ന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. അപ്പോ ഡ്രോ ഡൗൺ കുറയും, റിട്ടേൺസ് മാക്സിമം റിട്ടേൺസ് കിട്ടാൻ സാധിക്കും. അതാണ് ഈ പോർട്ട്ഫോളിയോ പ്ലാൻ. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ഈ റീബാലൻസിലൂടെ ഇങ്ങനെ നമുക്ക് വെയിറ്റേജ് ചേഞ്ച് ചെയ്തിട്ട് ആ റിട്ടേൺസും ഡ്രോ ഡൗണും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വിപിൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ജസ്റ്റ് അവിടെ ഒന്ന് ആഡ് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് റീബാലൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള പ്രൊഡക്ട്സിൽ ഉള്ളത് പോലെ ഒരുപാട് റീബാലൻസ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുന്ന് ഒരു ഗ്രീൻ പോർട്ട്ഫോളിയോയുടെ സൈഡിൽ നിന്ന് ഒരു റീബാലൻസ് പുഷ് ചെയ്യാണ്. അപ്പൊ റീബാലൻസ് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ അൺപ്ലഡ്ജ് ചെയ്തിട്ട് ഈ റീബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് വന്നു. കാര്യം ഒരുപാട് റീബാലൻസ് വരുമ്പോ നമ്മുടെ ചില വീക്സിലുള്ള ട്രേഡിങ്ങിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം. കാര്യം അവിടെ 2-3 ദിവസത്തെ ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ അതും കൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായി. അപ്പൊ അങ്ങനെയാണ് കുറച്ച് റീബാലൻസിങ് കുറവുള്ള രീതിയിലേക്ക് മേ ബി ബെറ്റർ റിട്ടേൺ എന്നുള്ള തോട്ടിലേക്ക് വന്നത്. അപ്പൊ അവിടെ എനിക്ക് വേറൊരു ചോദ്യം അവിടെ ആഡ് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പൺ ഫോർ എല്ലാ പ്രൊഡക്ട്സിലേക്കും, അല്ലെങ്കിൽ ഇപ്പോ സിൽവർ ETF വരുന്നുണ്ട് പുതിയതായിട്ട്. ഇപ്പൊ ICICIയുടെ സൈഡിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു സിൽവർ ETF വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിൽവർ ETF, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ETF കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡ്രോ ഡൗൺ ആണ്. അപ്പോ ഇതിലത്തെ ഡ്രോ ഡൗൺ സിംഗിൾ ഡിജിറ്റ് ഡ്രോ ഡൗൺസ് ആണ്. ഓക്കെ, അപ്പോ നിഫ്റ്റി നമ്മളിത് 21 years ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രോ ഡൗണിന്റെ കണക്ക് പറയുന്നത്. അപ്പോ ഞങ്ങള് വേർസ്റ്റ് കേസ് സിനാരിയോ ഡ്രോ ഡൗൺ കണ്ടത് 7.3-7.4% ആണ്. അപ്പൊ നിങ്ങളിത് നിഫ്റ്റി ബീസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഡ്രോ ഡൗൺ എത്രയായിരിക്കുന്നു, കോവിഡ് നടക്കുമ്പോഴും ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുമ്പോഴും. അതാണ് ആ ഒരു മാക്സ് ഡ്രോ ഡൗൺ വന്നേക്കുന്നത് കോവിഡ് ടൈം ആണ് അല്ലേ? റൈറ്റ്, തീർച്ചയായിട്ടും. അത് ആ സമയത്താണ് ഡ്രോ ഡൗൺ ഏറ്റവും കൂടുതൽ. 40% വീഴുന്ന സമയത്ത് മാക്സിമം ഡ്രോ ഡൗൺ കണ്ടത്
റൈറ്റ്? എത്ര? 7.8%. നിഫ്റ്റി, നമ്മുടെ നിഫ്റ്റി ജനുവരി 20 തൊട്ട് മാർച്ച് 23 വരെ 38% ആണ് വീണത്. നമ്മുടെ പോർട്ട്ഫോളിയോ ആ സെയിം ടൈം ഫ്രെയിമിൽ വീണത് 7.4% ആണ് പ്രിസൈസ്ലി. കാരണം അത് നമുക്ക് ICICI ലോകൾ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് അത് ഭയങ്കര ഹൈലി കോറിലേറ്റഡ് ആണ് നിഫ്റ്റി ബീസ് ആയിട്ട്. പക്ഷെ വേറെ കോമ്പോണൻസും അതിന്റെ വെയിറ്റേജസും ഉള്ള കാരണം ഈ കോറിലേഷൻ കുറവായിരുന്നു. വീണത് ഒരെണ്ണം വീഴാണെങ്കിൽ ഗോൾഡ് കയറി ആ സമയത്ത്. അപ്പോൾ ആ മിക്സ് ആൻഡ് മാച്ച് കാരണം നമുക്ക് ആ ഡ്രോ ഡൗൺ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ. സെക്കൻഡ്ലി വിപിൻ ചോദിച്ചത് നമ്പർ ഓഫ് ETFs. ഇപ്പൊ സിൽവർ ETF മാത്രമല്ല, ഈ മാസം തന്നെ ഒരു 4 ETFs ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെബിനാർ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ETFs 83 ആയിരുന്നു. ഇപ്പൊ അത് 90 ETFs ആണ്. 2 മാസത്തിനുള്ള 7 ETFs. അപ്പോ ഇപ്പൊ എല്ലാ ന്യൂസിലും ഇപ്പൊ ETFസിനെ കുറിച്ചിട്ടാണ്. ETF-ന്റെ ലിക്വിഡിറ്റി, ETF-ന്റെ പോപ്പുലാരിറ്റി, മ്യൂച്വൽ ഫണ്ട്സിന്റെ കമ്പയർ ചെയ്തിട്ട് എക്സ്പെൻസ് റേഷ്യോ കുറവായ കാരണം ആൾക്കാർ അത് ETFസിലേക്ക് പോകുന്നു. അപ്പോൾ ETFs വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. കുറെ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് സിൽവർ ETF മാത്രമല്ല, ബ്ലോക്ക് ചെയിൻ ETF വരുന്നുണ്ട് ഇൻവെസ്റ്റ്കോന്റെ. ഓട്ടോ ETF വരുന്നുണ്ട് ICICI. ഇന്ന് തൊട്ട് NFO തുടങ്ങി ഓട്ടോ ETF ICICI-ന്റെ. വേറെ നമ്മൾ US-ത്തെ ETF നോക്കുകയാണെങ്കിൽ പോപ്പുലർ ആയിട്ട് നാസ്ഡാക്ക്, മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക്. പക്ഷെ ഇപ്പൊ നാസ്ഡാക്ക് 100 കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്സ്, 100 ടോപ്പ് 100 to 250 സ്റ്റോക്സ്, അതിന്റെ ETF മോത്തിലാൽ ഓസ്വാൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് എജൻഡ ചെയ്ത് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ട്, റീബാലൻസ് പാസീവ് ആണെങ്കിലും റിസർച്ച് ആക്റ്റീവ് ആണ്. ഇത് റിസർച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇതിലേക്ക് കൊണ്ടുവരിക, ഇതാണ് അജൻഡ. യെസ്. ബേസിക്കലി ഓപ്പൺ ഫോർ എല്ലാ ETF-ഉം മാക്സിമം റിട്ടേൺ വിത്ത് ലെസർ വോളറ്റിലിറ്റി എന്നുള്ളത് മാച്ച് ആവുന്ന രീതിയിൽ എല്ലാ ETF-നും ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, റൈറ്റ്? തീർച്ചയായിട്ടും. പക്ഷെ വേറൊരു കാര്യമുള്ളത്, പ്ലെഡ്ജബിൾ ആവണം. നമുക്ക് വെറുതെ റിട്ടേണും ഡ്രോ ഡൗണും മാത്രമല്ല, പ്ലെഡ്ജബിലിറ്റി വേണം ഈ ഇൻസ്ട്രുമെന്റിന്. അപ്പോ പുതിയ ETF-ന് യൂഷ്വലി ബ്രോക്കേഴ്സ് കുറച്ചും കൂടിയും എന്താ പറയാ കൺസേൺഡ് ആയിരിക്കും ETF പ്ലെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ബ്രോക്കേഴ്സായിട്ട് സംസാരിച്ച് ക്യാപിറ്റലൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് അത് പ്ലെഡ്ജബിൾ ആക്കും. അതാണ് നമ്മൾ ഏഞ്ചൽ 1-ഉം 5paisa ആയിട്ടും ചെയ്തത്. അപ്പൊ ആ ഒരു സൈഡിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, മേ ബി ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സ്റ്റോക്സിനെ കുറിച്ചിട്ട്. അപ്പോൾ അപ്സ്റ്റോക്സിന്റെ സൈഡിൽ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ മോസ്റ്റ്ലി അപ്സ്റ്റോക്സ് യൂസേഴ്സിന് പറയാനുള്ളത്, മേ ബി കുറച്ചുകൂടെ ടൈം ആവശ്യം ഉണ്ടാവും, പക്ഷെ മോസ്റ്റ്ലി അവരുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് സൈൻ കിട്ടിയിട്ടുണ്ട്. മേ ബി അവരും ഇത് അപ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്സ്റ്റോക്സിലൂടെ ഇത് അവൈലബിൾ ചെയ്യാൻ പറ്റേണ്ടതാണ് മോസ്റ്റ്ലി. അതാണ് അവിടെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എടുക്കാം, റൈറ്റ്? അപ്പൊ ഉണ്ണി തുളസിദാസൻ ചോദിക്കുന്നത്, ഫയേഴ്സിൽ 100% പ്ലെഡ്ജഡ് കൊളാറ്ററൽ യൂസ് ചെയ്യാമോ ഫോർ ട്രേഡിംഗ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ചോദ്യത്തിന് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അതായത് ഇപ്പോ കറന്റ്ലി എല്ലാ ബ്രോക്കേഴ്സും ഇല്ലെങ്കിൽ റെഗുലേഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കയ്യിൽ 50% ക്യാഷും 50% പ്ലെഡ്ജ് മാർജിനുമാണ് വേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ 10 lakh ആണ് ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ, നിങ്ങൾ 5 lakh പ്ലെഡ്ജ് ക്യാപിറ്റലും, അതായത് പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള മാർജിൻ 5 lakhഉം ക്യാഷ് ആയിട്ട് വേറൊരു 5 lakhഉം കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് 50-50 ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നാണ് ബ്രോക്കർ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോ ബേസിക്കലി ബ്രോക്കറുടെ സൈഡിൽ നിന്ന് അതിന്റെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോ സെറോദയില് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സെറോദയിലും നിങ്ങൾക്ക് 100% പ്ലെഡ്ജ് മാർജിൻ യൂസ് ചെയ്യാം ഫോർ ദ ടൈം. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഫയേഴ്സിന്റെ കേസിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 10 lakhഉം പ്ലെഡ്ജ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം അവിടെ. അപ്പോ വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷെ സെറോദയിലാണെങ്കിൽ നിങ്ങൾക്ക് 10 lakhഉം പ്ലെഡ്ജ് ചെയ്ത് ട്രേഡ് എടുക്കാം. പക്ഷെ 5 lakhന്റെ മുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. കാരണം 5 lakh ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണമായിരുന്നു. അത് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു 5 lakhന്റെ മുകളിൽ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.05% ആണ് സെറോദ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏഞ്ചൽ 1-ലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഒരു രീതിയിലാണ് ഓവർനൈറ്റ്. അപ്പോ ക്യാഷ് കമ്പോണന്റ് 50, പ്ലെഡ്ജ് ക്യാപിറ്റൽ 50. അപ്പൊ അത് എപ്പോഴാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്, ആ ഒരു എക്സ്ട്രാ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഡിഫറൻസിന്റെ മുകളിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ 8 lakh ആണ് നിങ്ങൾ പ്ലെഡ്ജ് ചെയ്ത ക്യാപിറ്റൽ, 2 lakh ആണ് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു പോയിന്റിൽ ശരിക്കും നിങ്ങൾ 5 lakh കീപ്പ് ചെയ്യണമായിരുന്നു. നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ 10 lakh ആയതുകൊണ്ട്
പക്ഷെ നിങ്ങൾ 2 ലാക്ക് മാത്രമേ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള 3 ലാക്കിന്റെ മുകളിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ആ 3 ലാക്കിന്റെ മുകളിൽ 0.05% ഓവർനൈറ്റ് ഹോൾഡിങ്ങിന്റെ മുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു പെർസെന്റേജ് ഡിഫറൻസ് ഉണ്ടാവും ബ്രോക്കേഴ്സ് തമ്മിൽ. ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും 0.05 തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഫോർ ദ ടൈം 5 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചാർജ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യുന്നില്ല, പക്ഷെ മേ ബി അത് ചേഞ്ച് ആവാം. ഓക്കെ, അപ്പൊ അവിടെ വേറൊരു അപ്ഡേറ്റ് കൂടെ പറയാൻ ഉള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോസ്റ്റ്ലി ഈ നെക്സ്റ്റ് കൂടിയിട്ട് പുതിയൊരു റൂള് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 50-50 നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ എല്ലാവരും തന്നെ 50% ക്യാഷും 50% പ്ലഡ്ജ് മാർജിനും യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റിന്റെ കേസ് അവിടെ ഇല്ല. ഇൻട്രസ്റ്റ് എടുത്തു കളയുന്നത് പോലെയാവും. ഇൻട്രസ്റ്റിന്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതെ ആവും. നമ്മൾ നിർബന്ധമായിട്ടും 50% ക്യാഷ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങളിപ്പോ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളെ ക്യാപിറ്റൽ 10 ലാക്ക് ആണെങ്കിൽ 5 ലാക്ക് മാത്രം ഫോർ ദ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മളെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്റെ വോയിസ് ക്ലിയർ ആണോ? എന്റെ നെറ്റിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? ശ്രീറാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോ ഉണ്ണി അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ മനോജ് ചോദിച്ചേക്കുന്നത് ഈസ് ദർ എനി ടൈം ഫ്രെയിം ഫോർ പ്ലഡ്ജിങ് എന്നുള്ളതാണ്. മേ ബി അതുകൂടെ ഞാൻ പറയാം. അപ്പോൾ പ്ലഡ്ജിങ്ങിന് അങ്ങനെ ടൈം ഫ്രെയിം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മൾ വ്യാഴാഴ്ച വരെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 2 days നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. ബുധനാഴ്ച പ്ലഡ്ജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ്ലി വെള്ളിയാഴ്ച പ്രിഫർ ചെയ്തിട്ട് നിങ്ങൾ, അതായത് ഏത് ഇൻവെസ്റ്റ്മെന്റ് ആയാലും നിങ്ങൾ എന്ത് പ്ലഡ്ജിങ് ആയാലും നമ്മൾ എക്സ്പയറി വരെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം 2 days സെറ്റിൽമെന്റിനുള്ള ആ ഒരു 2 days ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആഫ്റ്റർ 2 days ആണ് നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ്ലി ബൈ ബുധനാഴ്ച രാവിലെയാണ് നമുക്ക് പ്ലഡ്ജിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ടൈം നോക്കുമ്പോൾ ഫ്രൈഡേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ മെൻഷൻ ചെയ്യുകയാണ്. ഡിപ്പെൻസ് ഓൺ ദ ബ്രോക്കർ. ഈ ഒരു ചാർജസിന്റെ കേസിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ബ്രോക്കേഴ്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലഡ്ജിങ്ങിന് ഫസ്റ്റ് ടൈം പ്ലഡ്ജ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, രഞ്ജി ചോദിച്ചേക്കുന്നത് ലോങ് ടേം മിനിമം എത്ര എമൗണ്ട് ഉണ്ടാകും? മനസ്സിലായില്ല, എനിക്കൊന്ന് റിട്ടേൺ ആണോന്ന് തോന്നുന്നു ചോദിച്ചേക്കുന്നത്. എത്രയാണ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ലോങ് ടേമിലേക്കുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ പറയാം. ലോങ് ടേം റിട്ടേൺസ് നിങ്ങൾ ഒരു 5 year ഹൊറൈസൺ വെച്ചാൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 8 to 10% ആണ്. അപ്പോ ഇത് എല്ലാ ഇൻസ്ട്രുമെന്റിനും വെയിറ്റേജസ് വെച്ച് എല്ലാം കൂടിയിട്ടാണ് 8 to 10%. പക്ഷെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വരികയാണ് സിൽവർ ETF. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഓക്കെ, ഒരു സിൽവർ ETFന്റെയും ഗോൾഡ് ETFന്റെയും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സിൽവറിലാണ് കുറച്ചും കൂടി ബുള്ളിഷ് ഗോൾഡിനെ കാട്ടും. അപ്പോൾ റിട്ടേൺസ് 8 to 10% കഴിഞ്ഞിട്ട് ഒരു 9 to 11% വരെ ഞങ്ങൾക്ക് ആ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഇത് എവർ ചേഞ്ചിങ് ആണ്. പുതിയ ETFs വരുമ്പോൾ ഇൻക്രീസ് ആയി വരും എക്സ്പെക്ടഡ് റിട്ടേൺസ്. മാനുവൽ ഡേവിഡ് ചോദിച്ചേക്കുന്നത് ഇൻ ഫയർസ് അതിനോട് ആൽബിൻ ചോദിച്ചിട്ടുണ്ട്, പ്ലഡ്ജ് ചെയ്ത് കിട്ടിയ മാർജിൻ വെച്ച് സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ അതുകൂടെ പറയാം. അപ്പോൾ ഈ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള മാർജിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസോ ഇല്ലെങ്കിൽ വേറെ സ്റ്റോക്സോ ബൈ ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സെല്ലിങ്ങിനാണ് പ്ലഡ്ജ് മാർജിൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. സോ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഓപ്ഷൻ ബയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്ലഡ്ജ് ചെയ്ത മാർജിനെ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ഇല്ല അവിടെ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഓപ്ഷൻ ബൈങ്ങിന് പോകുമ്പോൾ അവിടെ വരുന്ന റിക്വയർമെന്റ് നമ്മളെ നോർമൽ സ്ട്രാറ്റജി ആണെങ്കിൽ 1 leg ബൈ ഹെഡ്ജ് ആയിട്ട് എടുക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ആ ഒരു എമൗണ്ട് ക്യാഷ് ആയിട്ട് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ കംപ്ലീറ്റ് 100% പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ട്രേഡിങ് പോസിബിൾ അല്ല. ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്തായാലും ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓപ്ഷൻ ബൈ ചെയ്ത് ഹെഡ്ജ് ചെയ്യും. ഓക്കെ, പിന്നെ സ്റ്റോക്സ് വാങ്ങിക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് വലിയ ETF വെച്ചിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതാണല്ലേ. അപ്പൊ ആ ഒരു പ്ലഡ്ജിന്റെ മുകളിൽ വീണ്ടും പോയിട്ട് സ്റ്റോക്ക് പൊസിഷൻ എടുക്കാൻ പറ്റില്ല. ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യാം. നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സ് എടുക്കാൻ പറ്റും ഈ ഒരു ട്രേഡിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട്. ഓക്കെ,
In FIRES, can we pledge index mutual fund, and is there any cash equivalent is required for this scenario? അപ്പോ അതും ഒന്നുകൂടെ ബ്രോക്കേഴ്സുമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോ ജെറോദയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടും ഏതൊക്കെയാണ് നിങ്ങളുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ETF സ്റ്റോക്സ് കാര്യങ്ങൾ. അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യാത്തത്. കാരണം എല്ലാ മന്തിലും ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ വളരെ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈവൻ ദോ ഫയർസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടും ETF കാര്യങ്ങളൊക്കെ അപ്രൂവ്ഡ് ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, നെവിൻ ചോദിക്കുന്നത് നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് എത്ര റേഞ്ചിൽ വരും? സോ ശ്രീറാം, എത്രയായിരിക്കാം മാക്സിമം നമ്പർ ഓഫ് ETFs നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അറ്റ് എനി പോയിന്റ്? കൂടുതൽ ETFs ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ടൈം ഡിലേ ഇൻക്രീസ് ആവും. പിന്നെ എക്സ്ട്രാ ചാർജസും വരും അധികം ETFs ഹോൾഡ് ആണെങ്കിൽ. പ്ലസ് ഈ പ്ലെഡ്ജിങ്ങിന് വീണ്ടും കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ ഞങ്ങൾ 4 to 5 ETFs മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇപ്പോ ഒരു പോർട്ട്ഫോളിയോയിലുള്ളത് 4 ETFs-ഉം സെക്കൻഡ് പോർട്ട്ഫോളിയോയിലുള്ളത് 3 ETFs ആണ്. അതിന്റെ ഡിഫറൻസ് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഷിവിൻ ചോദിക്കുന്നത് ഫയർസിൽ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ പ്ലഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷെ ഫോർ ദ ടൈം പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർസ് സ്മോൾ കേസുമായിട്ട് ഇന്റഗ്രേറ്റഡ് അല്ല. അപ്പൊ സ്മോൾ കേസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ അവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോ ഫോർ ദ ടൈം അല്ല എന്നുള്ളതാണ്. ഓക്കെ, മധുസൂദനൻ ചോദിക്കുന്നത് ഇൻ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ ഐ ഗോട്ട് ഓൺലി സേ സം ഫ്രാക്ഷൻ ഇൻ ദ ലാസ്റ്റ് 2 months. അപ്പൊ 2 months നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ശ്രീരാം മേ ബി ലാസ്റ്റ് 2 months ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ പറയാണ് കാര്യമായിട്ടുള്ള റിട്ടേൺസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. 0.024% ആണ് കിട്ടിയേക്കുന്നതെന്നാണ് പറയുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. ലാസ്റ്റ് 3 months ആണെങ്കിൽ പോലും ശരിക്കും 0.4% റിട്ടേൺ ആ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുള്ളൂ. കാരണം ആ സമയത്താണ് കുറച്ച് ടെക്നിക്കൽ ആവണമെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, സെൻട്രൽ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോൺഡ്സ് കുറച്ച് വളരെ മോശമായിരിക്കും. ബോൺഡ്സിന് വളരെ മോശം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഫാക്ടർ ഇൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് വെബിനാറിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ അധികം എക്സ്പെക്ട് ചെയ്യേണ്ട ടൈം എടുക്കും റിട്ടേൺസ് കിട്ടാൻ. അപ്പോൾ ഈ കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ 4 മാസം ഭയങ്കര വോളറ്റൈൽ ആയിരുന്നു, സ്പെഷ്യലി ബോൺഡ്സിന്. പിന്നെ നമുക്കറിയാം നിഫ്റ്റിയും അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. നിഫ്റ്റി ശരിക്കും ഡൗൺ ആണ് ഓൾ ടൈം ഹൈസ് കഴിഞ്ഞ 3-4 മാസമായിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫാക്ടർ ഇൻ ചെയ്തിട്ടാണ് നമ്മൾ പറയണ 8 to 10% പെർ ഇയർ എക്സ്പെക്ടഡ് റിട്ടേൺസ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീറാം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഓൾമോസ്റ്റ് ഒരു ഡൗൺ സൈഡ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ICICI ലോകൾ നോക്കുകയാണെങ്കിൽ അവിടെയും ടെക് കമ്പനീസിലേക്കുള്ള എക്സ്പോഷർ കൊടുത്തിട്ടുണ്ട്. ബോണ്ട് ഫണ്ട്സിന്റെ ആ ഒരു ഫാക്ടറിങ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. സോ ഇസ് ദാറ്റ് എ ഗുഡ് ടൈം ടു ബൈ എന്നുള്ളത് പറയാൻ പറ്റും? എങ്ങനെയാണ് ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്യുന്നത് ബെറ്റർ ആണ്? ഓവറോൾ പോർട്ട്ഫോളിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ ഇപ്പോ കമ്പാരിറ്റീവ്ലി ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ 2 months ബിഫോർ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു പോയിന്റിലാണോ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും ഒരു നല്ല പോയിന്റ് ഇല്ലേ, എപ്പോഴും ശരിക്കും നല്ല പോയിന്റ് ആണ്. കാരണം ഇതൊരു സ്പെസിഫിക് സ്റ്റോക്കോ ഇൻഡെക്സ് ഫണ്ട് പോലെയോ അല്ല. നിങ്ങൾ ഡിപ്പിൽ ബൈ ചെയ്യുക, കാരണം ലോ പ്രൈസിൽ പോയി ബൈ ചെയ്യുക, ഹൈ പ്രൈസിൽ പോയി വിൽക്കുക. കാരണം ഇത് സ്റ്റഡിലി ഗ്രോ ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ്. ഞാൻ വേണിച്ച അടുത്ത സെക്ഷനിൽ ഒരു ചാർട്ട് കാണിക്കാം. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. കാരണം അത് ഡിപ്പ് വരുന്നില്ല. ഡിപ്പിലല്ലേ നമുക്ക് ടൈം ചെയ്തിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോ എപ്പോഴും ഇത് ഇന്ന് വേണിച്ച് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. എപ്പോ വേണിച്ചാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോ ആണ്. സജിത് ചോദിക്കുന്നത് ഏതൊക്കെ ബ്രോക്കേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഫോർ ദ ടൈം ശ്രീറാം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെറോദയിൽ ചെയ്യുന്നുണ്ട്, ഏഞ്ചൽ വൺ, പിന്നെ 5 പൈസ എന്നുള്ളത്. മോസ്റ്റ്ലി അപ് സ്റ്റോക്സ് കൂടെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പലരും വളരെ റിനൗണ്ട് അല്ലാത്ത ഒരുപാട് ചെറിയ ബ്രോക്കേഴ്സും യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബ്രോക്കേഴ്സുമായിട്ട് ചെക്ക് ചെയ്തിട്ട്, അതായത് ആ ബ്രോക്കറുടെ പ്ലഡ്ജിന് അലൗ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ് കറന്റ്ലി ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോയിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ സ്മോൾ കേസും ആ ഒരു സ്പെസിഫിക് ബ്രോക്കറുമായിട്ട് ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലഡ്ജ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടേക്കും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ അതിലൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷെ നമ്മൾ പറയുന്നത്, നമ്മൾ നോക്കിയപ്പോൾ സെറോദയും ഏഞ്ചൽ വണ്ണും 5 പൈസയും ആണ് ബെറ്റർ ആയിട്ട് ഉള്ളത് ഫോർ ദ ടൈം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹെയർ കട്ട് കുറവാണ്, പ്ലഡ്ജിങ്ങിനുള്ള ടൈം ഡ്യൂറേഷൻ കുറവാണ്. ഇപ്പൊ 5 പൈസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് പ്ലഡ്ജ് ചെയ്തിട്ട് മാർജിൻ കിട്ടും. അതായത് നിങ്ങൾ ബുധനാഴ്ചയാണ് പ്ലഡ്ജ് ചെയ്യുന്നതെങ്കിൽ
ബുധനാഴ്ച പ്ലഡ്ജ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് മാർജിൻ കിട്ടുന്നുണ്ട്. പക്ഷേ സെറോയുടെ കേസിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ 5 പൈസയിലുള്ള വേറൊരു ഫീച്ചർ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമീഡിയറ്റ്ലി സെല്ല് ചെയ്യാം. ഓപ്ഷൻ നിങ്ങളുടെ പൊസിഷൻ പ്ലഡ്ജ് അൺപ്ലഡ്ജ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. അങ്ങനെ ഓരോ ബ്രോക്കേഴ്സിലും ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മൾ ബെറ്റർ ആയിട്ട് കാണുന്നത് ഈ ഒരു 3 ബ്രോക്കേഴ്സ് തന്നെയാണ്. ബാക്കിയുള്ള ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു ചോദ്യം ഉള്ളത് സജിത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, റീബാലൻസിങ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ, ട്രേഡിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആവില്ല എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ശ്രീറാം, അവിടെ നമ്മൾ മേ ബി ഒരു റീബാലൻസിംഗിൽ എത്രത്തോളം എത്ര പെർസെന്റേജ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കാം മേ ബി റീബാലൻസിന് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പറ്റും ബെറ്റർ. ഓക്കെ, നോക്കൂ, നമ്മൾ ഡിലേ കുറയ്ക്കണം, ക്യാപിറ്റൽ സ്റ്റക്ക് ആവാൻ പാടില്ല. അത് കാരണം ഒരിക്കലും 100% പോർട്ട്ഫോളിയോ നമ്മൾ റീബാലൻസ് ചെയ്യില്ല. അപ്പോൾ യൂഷ്വലി ഓൺ വൺ റീബാലൻസ് ഒരു 30-35% ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾക്ക് അൺപ്ലഡ്ജ് ചെയ്തിട്ട് അത് സെല് ചെയ്തിട്ട് പുതിയ ഇൻസ്ട്രുമെന്റ്സ് മേടിച്ചിട്ട് വീണ്ടും പ്ലഡ്ജ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 100 യൂണിറ്റ്സിൽ 35 മാത്രമാണ് ഒരു 4 to 5 ഡേയ്സിന് ബ്ലോക്ക് ആവുന്നത്. അപ്പൊ അതാണ് എന്റെ ചോൺ. ആൻഡ് വിപിൻ നേരത്തെ മെൻഷൻ ദ ക്വസ്റ്റ്യൻ. ഇപ്പോ ഞാൻ പറഞ്ഞു ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു ബ്രോക്കർ മാത്രമായിരുന്നു, പിന്നെ വേറെ ബ്രോക്കേഴ്സായിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലെഡ്ജിങ് ഈ ഇൻസ്ട്രുമെന്റ്സിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നത്. അതുപോലെ നിങ്ങൾക്ക് ട്രേഡേഴ്സിന് വേറെ വല്ല ബ്രോക്കേഴ്സ് പ്രിഫർ ചെയ്യണ്ടോ നോക്കിയാൽ, എന്നിട്ട് അവരുടെ പ്ലെഡ്ജ് അവരുടെ വെബ്സൈറ്റിൽ പോയി എത്രയാണ് മാർജിൻ, എത്രയാണ് ഹെയർ കട്ട് നോക്കിയിട്ട് അത് 12.5% മുകളിലാണ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ഞങ്ങളോട് പറയാ, വിപിനോടോ ഗ്രീൻ പോർട്ട്ഫോളിയോനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ബ്രോക്കേഴ്സായിട്ട് സംസാരിച്ചിട്ട് അത് ലെസൺ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ മെയിൻ അഡ്വാൻറ്റേജ് പറയാനുള്ളത്, ഈ ഒരു സ്പെസിഫിക് പോർട്ട്ഫോളിയോ നമുക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. റൈറ്റ്, നമ്മുടെ ഫണ്ട് ഫോളിയോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം എന്താ പറയാ, നമുക്ക് മാക്സിമം മുതലെടുക്കാവുന്നതാണ് ഗ്രീൻ പോർട്ട്ഫോളിയോന് ഇവിടെ. കാര്യം ഇവരുടെ ആ ഒരു നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് മാക്സിമം എല്ലാ ബ്രോക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ. കാര്യം നമ്മൾ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഇവർ അത്യാവശ്യം റിനൗണ്ട് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ഒരു ആൾക്കാരാണ്. അപ്പോൾ രണ്ടാളും പുട്ട് ടുഗദർ ഏത് ബ്രോക്കറും അത്യാവശ്യം സമ്മതിക്കേണ്ടതാണ്. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസബിൾ ആണ് പോർട്ട്ഫോളിയോ പിന്നെ ബ്രോക്കേഴ്സിന്റെ കേസ്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് നിർബന്ധമായിട്ട് എല്ലാവരും എടുക്കുക. ഓക്കെ, പിന്നെ എസ് കെ ചോദിക്കുന്നത്, ലിക്വിഡിറ്റി ETF ലിക്വിഡിറ്റി സ്റ്റിൽ എ പ്രോബ്ലം ഇൻ ഇന്ത്യ, പ്ലീസ് കമന്റ്. ശ്രീറാം, എന്താണ് പറയാനുള്ളത് ലിക്വിഡിറ്റിയുടെ കേസ്? ലിക്വിഡിറ്റി നോക്കൂ, ഇപ്പൊ വലിയ ETFs SBI നിഫ്റ്റി ETF ആണെങ്കിലും നിപ്പോൺ ഇന്ത്യ ETF ആണെങ്കിലും ഇവർക്ക് യാതൊരു ലിക്വിഡിറ്റി പ്രശ്നമില്ല. ഇത് നമുക്ക് കഴിഞ്ഞ മാസം ടുവേർഡ്സ് ഡിസംബർ എൻഡ് 21st 23rd ആയിട്ട് വലിയ നല്ലൊരു ക്രാഷ് നടന്നു നിഫ്റ്റിയിലും സെൻസെക്സിലും. ആ പ്രാവശ്യം ഈ നിഫ്റ്റി ETF-ഉം നിഫ്റ്റി ബീസും SBI നിഫ്റ്റി ETF-ഉം ലിക്വിഡിറ്റി യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ എക്സോട്ടിക് ETFs നമുക്കുള്ള ETFs അധികം ആൾക്കാർ കേൾക്കാത്ത ETF ആണ്. എക്സെപ്റ്റ് ഫോർ ICICI ലോവോളും ശരിക്കും അധികം ആൾക്കാർ റിനൗണ്ട് ആയിട്ടുള്ള ETF അല്ല, എക്സോട്ടിക് ETFs ആണ്. പക്ഷെ അതില് ലിക്വിഡിറ്റി പ്രോബ്ലംസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാർക്കറ്റ് മേക്കേഴ്സ് ആയിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 യൂണിറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് സെല് ചെയ്യണം, പക്ഷെ സൈഡിൽ ഡിമാൻഡ് ഉള്ളത് വെറും 50 യൂണിറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മറ്റേ 50 യൂണിറ്റ്സ് എന്തുണ്ടാവുക, യൂഷ്വലി മാർക്കറ്റ് മേക്കേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ ആ 50 യൂണിറ്റ്സ് നിങ്ങൾക്ക് വളരെ ലോ പ്രൈസിലാണ് എക്സിക്യൂട്ട് ആവുക ട്രേഡ്. അപ്പൊ അതാണ് നിങ്ങളുടെ സ്ലിപ്പേജ് വരുന്നത്. പക്ഷെ ആ സ്ലിപ്പേജ് വരാണ്ടിരിക്കാൻ ഈ 50 യൂണിറ്റ്സ് ഞങ്ങൾ മാർക്കറ്റ് മേക്കേഴ്സിനോട് പറഞ്ഞിട്ട് ആ മാർക്കറ്റ് മേക്കേഴ്സ് മേടിക്കും. അപ്പോൾ ആ സ്ലിപ്പേജ് വളരെ 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 മിനിമലായിട്ട് കൊണ്ടുവരും. അപ്പോൾ ലിക്വിഡിറ്റി ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ ലിക്വിഡിറ്റി ഒരു കൺസേൺ ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾ മാർക്കറ്റ് മേക്കേഴ്സ് ആയിട്ട് സംസാരിച്ച് ഞങ്ങൾ അത് ഇല്ലാണ്ടാക്കി. ബേസിക്കലി അങ്ങനെ തന്നെ പറയാം, ഇല്ലാണ്ടാക്കി. ഇപ്പൊ നമുക്ക് ട്രേഡ് പോർട്ട്ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറെ പേരുണ്ട്, നല്ല ഒരു AUM ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ശരിക്കും ലിക്വിഡിറ്റി പ്രോബ്ലം ഇല്ലാണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനിയും ക്യാപിറ്റൽ കൂടുമ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി ഈസ് നോട്ട് എൻ ഇഷ്യൂ അറ്റ് ഓൾ. അപ്പോ അത് ഈവൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു ലിക്വിഡിറ്റിയുടെ കേസ്. റൈറ്റ്, അപ്പോൾ ലിക്വിഡിറ്റിയുടെ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആസ് എ കമ്മ്യൂണിറ്റി നമ്മളെല്ലാവരും ഒരു ETF-ലാണ് പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ റീബാലൻസിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. റൈറ്റ്, അപ്പൊ അവിടെ ലിക്വിഡിറ്റി ആവശ്യമാണ് നിർബന്ധമായിട്ടും. അപ്പൊ ആ ഒരു ലിക്വിഡിറ്റിയുടെ സൈഡ് മാക്സിമം
ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് എയിംസ് ആയിട്ട് സംസാരിച്ചിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ ത്രൂ പോകുന്ന ആൾക്കാർക്കൊന്നും ലിക്വിഡിറ്റിയുടെ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റും. റൈറ്റ്. അപ്പൊ അതിലെന്തെങ്കിലും ടൈമിങ്സ് ഉണ്ടോ ശ്രീരാം? അതായത് നമ്മൾ ഏത് സമയം മുതൽ ഏത് സമയത്തിൽ ട്രേഡ് എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മ്യൂട്ടാണ് ശ്രീരാം, മ്യൂട്ടാണ്. സോ മാർക്കറ്റ് ഓപ്പണിംഗ് 9:15 ആണ്, മാർക്കറ്റ് ക്ലോസ് 3:30 ആണെങ്കിൽ മാക്സിമം ലിക്വിഡിറ്റി മാർക്കറ്റ് മേക്കേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം 9:15 to 3 o'clock ആണ്, 3 PM. അത് കഴിഞ്ഞ് അവർ ഡെസ്കിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ലിപ്പേജ് കൂടും ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ 100 സെല് ചെയ്യാന്ന് വെച്ചാൽ വെറും 50 ഡിമാൻഡ് വെച്ചാൽ മറ്റേ 50 എക്സിക്യൂട്ട് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ അതാണ് ടൈം ഫ്രെയിം 9:15 to 3 PM. ഓക്കെ ഓക്കെ ഓക്കെ. അഭിജിത്ത് ക്യാം ചോദിച്ചേക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ 2 types ഓഫ് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ. സോ ശ്രീറാമിന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് 2 ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ എന്ന് കാണാം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ആണ് ചോദിച്ചേക്കുന്നത്, എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ട് 2 പോർട്ട്ഫോളിയോസ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സെക്കൻഡ്. ശ്രീറാം, അവിടെ ടാബില് അനോട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് ഉണ്ട്. അപ്പൊ അതൊന്ന് അനോട്ടേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഓക്കെ. ഈ സ്ക്രീൻ ഇപ്പൊ കാണാൻ പറ്റും? വിസിബിൾ ആണ്, വിസിബിൾ ആണ്. ഓക്കെ. അപ്പോ ഫസ്റ്റ് പറയുന്നത് വെറും ട്രേഡ് സീക്രട്ട് പോർട്ട്ഫോളിയോ ആണ്. അതിൽ സപ്പോർട്ടഡ് ബ്രോക്കേഴ്സ് 0.5 പൈസ ഫസ്റ്റ്. അപ്പോ സെക്കൻഡ് വരുന്നതാണ് ഏഞ്ചൽ വൺ. ഏഞ്ചൽ വൺ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതിന്റെ ഏഞ്ചൽ വണ്ണിന് മാത്രമേ ഉള്ളതാണ്. അപ്പോ ഈ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് വൺ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്സ് ഏഞ്ചൽ വണ്ണിൽ ഇപ്പോഴും പ്ലെഡ്ജബിൾ അല്ല. അവര് 3 മാസം 4 മാസം എടുക്കും ആ ഇൻസ്ട്രുമെന്റ് പ്ലെഡ്ജബിൾ ആക്കാൻ. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് വെറും 3 ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഏഞ്ചൽ വൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ ഏഞ്ചൽ വൺ. പക്ഷേ നേരത്തെ നോക്കിയാൽ ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ എന്നുള്ളത് 4 ഇൻസ്ട്രുമെന്റ് ആണ്. അതാണ് ശരിക്കുള്ള ഒറിജിനൽ പോർട്ട്ഫോളിയോ, ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ. അതിൽ 0.5 പൈസ. ഇപ്പോൾ ഏഞ്ചൽ വൺ അപ്പൊ അതാ പറഞ്ഞ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാണ്. നിങ്ങൾക്ക് ബ്രോക്കേഴ്സിനനുസരിച്ചിട്ട് ശരിക്കും പ്ലഡ്ജ് കിട്ടാനും ആ ഡ്രോ ഡൗൺ കുറയ്ക്കാനും ബ്രോക്കർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതാണ് അവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കർ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, അല്ലാതെ പോർട്ട്ഫോളിയോയുടെ അകത്ത് കൂടുതൽ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഏഞ്ചൽ വണ്ണില് ചില നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇത് ബ്രോക്കറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഓരോ ബ്രോക്കറിലും ഓരോ റൂൾ ആയിരിക്കും. അപ്പോൾ ബെറ്റർ ആയിട്ട് ഓരോ ബ്രോക്കർ സ്പെസിഫിക് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്, അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല. അപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി, വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രോക്കറിന്റെ നെയിമൊന്നും ഇല്ലാത്ത ആ ഒരു പോർട്ട്ഫോളിയോ പ്രിഫർ ചെയ്യാം. അപ്പൊ അതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. റൈറ്റ്. ഋത്വിക് ചോദിക്കുന്നത് 50% ക്യാഷ് ബാലൻസും ഇല്ല ചാർജസും കാണിക്കുമ്പോഴേക്കും മിനിമം എത്ര ക്യാപിറ്റൽ ഉള്ളവർക്കാണ് ഇത് ഫീസിബിൾ ആവുക? സോ അപ്പോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീറാം ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഒരു ബെറ്റർ റിട്ടേൺ കിട്ടണമെങ്കിൽ എത്രയാണ് ക്യാപിറ്റൽ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 5 lakh ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ 10 lakh ആണ് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ വെച്ചാൽ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ 5 lakh ഇതിലും 5 lakh ലിക്വിഡിലും വെക്കുന്നതാണ് ഒരു നല്ലൊരു റിട്ടേൺ കിട്ടാൻ ഉള്ളൊരു കൺസിഡേർഡ് എമൗണ്ട്, റിക്കമെൻഡഡ് എമൗണ്ട്. സോ മേ ബി പുള്ളി ഉദ്ദേശിക്കുന്നത് എത്രയാണ് നമ്മുടെ മിനിമം ഒരു ബെറ്റർ റിട്ടേൺ കിട്ടാന്നുള്ളതാണ്. മേ ബി ഒരു 3 lakh അബോവ് ഉള്ള ഒരാൾക്ക്, അതായത് 3 lakh അബോവ് ട്രേഡർ സീക്രട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുക. റൈറ്റ്. പിന്നെ വിനീത് ചോദിച്ചേക്കുന്ന വാട്ട് അബൌട്ട് ചാർജസ് ഓഫ് ഗ്രീൻ പോർട്ട്ഫോളിയോ. അപ്പോൾ ഗ്രീൻ പോർട്ട്ഫോളിയോക്കുള്ള ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഈ 0.5% എന്ന് പറയുന്നത് ആ ഫീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഹിഡൻ ഫീസോ ഒരു ചാർജസോ ഇല്ല. ബാക്കിയുള്ള ചാർജസ് വിപിൻ പറഞ്ഞ പോലെ ഈ പ്ലെഡ്ജും ബ്രോക്കർ റിലേറ്റഡ് ചാർജസ് മാത്രമാണ്. അപ്പോ ഒരു എക്സാമ്പിൾ തരാണെങ്കിൽ, ഒരു ഉദാഹരണം തരാണെങ്കിൽ, നിങ്ങൾ 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലത്തെ ചെലവ് അല്ലെങ്കിൽ ആ ഗ്രീൻ പോർട്ട്ഫോളിയോന് തരുന്ന എക്സ്പെൻസ് റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം 5 rupees ആണ്. ഓക്കെ. അപ്പൊ അത്രയും ചെറിയ ഒരു എമൗണ്ട് ആണ്. കമ്പാരിറ്റീവ്ലി സ്മോൾ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് കാണാം. സോ ഇത് ഏറ്റവും മിനിമൽ ആയിരിക്കണം എന്നുള്ള ഒരു റിക്വയർമെന്റ് കൂടെ നമ്മുടെ സ്ഥലത്ത് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് മേ ബി ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് അവിടെ കീപ്പ് ചെയ്തേക്കുന്നത്.
Right? So ബെന്നി ചോദിച്ചേക്കുന്ന ഡു വി ഗെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഗെയിൻ ഈവൻ ഡ്യൂറിംഗ് ദ പ്ലഡ്ജ് പീരിയഡ്. സോ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലിന്റെ മുകളിൽ റിട്ടേൺ ഉണ്ടാക്കുക പ്ലഡ്ജ് ചെയ്യുമ്പോഴെന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. അപ്പോൾ എന്തായാലും കിട്ടും. സോ നിങ്ങൾ 5 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5 lakh പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള റിട്ടേൺസ് ക്യാപിറ്റൽ ഗെയിൻ അവിടെ നിങ്ങൾക്ക് അപ്രീസിയേഷൻ ഉണ്ടാവുന്നതായിരിക്കും. റൈറ്റ്? അതാണ് മെയിൻ പർപ്പസ് നമ്മൾ ഉദ്ദേശിച്ചത്. So as a new investor, how can invest or please provide a contact details to communicate. So Sriram, if possible, say എങ്ങനെയാണ് ഒരു ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയെന്ന് എന്നുള്ളതാണ് പറയാം. ഫസ്റ്റ് ഒരു കാര്യം, നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാം. ഞാൻ തന്നെയാണ് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ അറ്റൻഡ് ചെയ്യുന്നത്. വേറെ ആരും നമ്മുടെ ഫേമിൽ തന്നെ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാനാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ക്വയറി സോൾവ് ചെയ്യുന്നതുമല്ല. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സുഹൃത്ത് അഭിജിത്ത് ഒരു റോങ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അതിനുള്ള ഇമെയിൽ തന്നു. അപ്പോൾ ഞങ്ങൾ സൊല്യൂഷൻ ആയിട്ട് റിപ്ലൈ ചെയ്തു. അപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചാൽ ഞങ്ങൾ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് ഇഷ്യൂ ട്രബിൾ ഷൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ തരും. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇൻറ്റയർ പ്രോസസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഇതാണ് ഫണ്ട് ഫോളിയോന്റെ ഗ്രോ എന്നുള്ള വിൻഡോ. അപ്പൊ ഇതിൽ പോയിട്ട് നമ്മൾ സ്മോൾ കേസ് ഡിസ്കവർ സ്മോൾ കേസ്, ഇതിലാണ് ഫണ്ട് ഫോളിയോ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്മോൾ കേസസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കൂ, നമ്മൾ സംസാരിച്ച പോലെ ഫസ്റ്റ് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ 5 പൈസയ്ക്കും 0 സപ്പോർട്ട് ചെയ്തിട്ടുള്ള ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ, പിന്നെ ഏഞ്ചൽ 1 സപ്പോർട്ട് ചെയ്തിട്ടുള്ള ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ. ഇതിൽ നമ്മൾ സബ്സ്ക്രൈബ് അടിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്താൽ അവർ ബ്രോക്കർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ബ്രോക്കർ വേണ്ടത്? ഈ സ്പെസിഫിക് കേസിൽ അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് 1 ആണ് എടുത്തത്. അപ്പോൾ 5 പൈസ അല്ലെങ്കിൽ 0 5 പൈസ അല്ലെങ്കിൽ 0 അത് വെച്ചിട്ട് മൂവ് ഓൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ NACH ഡീറ്റെയിൽസും ലിങ്കിങ്ങും പാൻ കാർഡും കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇത് ബേസിക്കലി ഈ പ്രോസസ്സ് ഫുൾ പ്രോസസ്സ് എടുക്കുന്നത് ഒരു 4 to 5 മിനിറ്റ്സ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് വരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ബ്രോക്കർ 0 ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ ഈ സ്ക്രീനിലേക്ക് വന്ന് ഇൻവെസ്റ്റ് നൗ അടിച്ചിട്ട് ഞാൻ മിനിമം എമൗണ്ട് ആണ് കണ്ടോ, നമ്മൾ മിനിമം എമൗണ്ട് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 10,000 SIP അല്ല, 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യാന്ന് വെച്ചാൽ. കാരണം നോക്കൂ, എല്ലാവരും ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നത് നിങ്ങൾ ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 2,000 ആണെങ്കിൽ 2,000, 3,000 ആണെങ്കിൽ 3,000, 10,000 ആണെങ്കിൽ 10,000 വെച്ച് നിങ്ങൾ ബിഗിൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു ചേഞ്ച് ആയി 10,020 ഇൻവെസ്റ്റ് നൗ, കൺഫേം ഓർഡേഴ്സ്. അപ്പൊ ഇതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. നിങ്ങൾ ഒരു ക്ലിക്കിന്റെ ഉള്ളിൽ ആ ഫുൾ 4 ഐറ്റംസും എക്സിക്യൂട്ട് ആയി. ഇത് സെയിം ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളത് സെല് ചെയ്യാന്ന് വെച്ചാലും ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ഏതാ സെല് ചെയ്യേണ്ട വെയിറ്റേജ് ഏതാ മാറണ എന്ന് വെച്ചിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇൻവെസ്റ്റ്മെന്റ് പോയി നമ്മൾ 0 അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ആ ഓർഡേഴ്സിൽ അല്ലെങ്കിൽ പൊസിഷൻസിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കാണാം. എന്നിട്ട് 2 ദിവസം T+2 ഉള്ളിൽ നമുക്കത് T+2 കഴിഞ്ഞാൽ അത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. പ്ലെഡ്ജിങ് ചെയ്തിട്ട് നിങ്ങൾ മീൻ ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് അറിയാൻ എൻ്റെക്കാട്ടും കൂടുതൽ പ്ലെഡ്ജിങ് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അത് പ്ലെഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ ശ്രീറാം, അതിൽ എങ്ങനെയാണ് ഇപ്പൊ മിനിമം ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരാൾക്ക് വീണ്ടും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻ അതുകൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ. അതായത് ഇൻവെസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ കേസിന്റെ അവിടെ, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് മോറും ഓപ്ഷൻ കാണാം. അപ്പോൾ ഇൻവെസ്റ്റ് മോറിൽ നമുക്ക് കുറച്ചും കൂടി ക്യാപിറ്റൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ SIP വേണിച്ചാൽ SIP ഫോമിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ അതായത് നിങ്ങൾ നോർമലി നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് വരിക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ട് നിങ്ങളുടെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം, ആഡ് മോർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ.
പിന്നെ നവീൻ ചോദിച്ചേക്കുന്നത് കൺസിഡറിംഗ് ദ പ്ലഡ്ജ് ഫീസ് ആൻഡ് റിട്ടേൺ ഹൗ മച്ച് ക്യാപിറ്റൽ ഡു യു തിങ്ക് വിൽ ബി എ മിനിമം ക്യാപിറ്റൽ ടു സ്റ്റേ പോസിറ്റീവ് ഇൻ എ ലോങ് റൺ ഫോർ എൻ ഇയർ? സോ ബേസിക്കലി അവിടെ അങ്ങനെ ഒരു മിനിമം എമൗണ്ട് ഇല്ല. നിങ്ങൾ എല്ലാം പെർസെന്റേജിന്റെ കണക്കാണ് ഇവിടെ, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു റിക്വയർമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എത്രയാണോ എമൗണ്ട് ഉള്ളത് അത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ട് മനസ്സിലാക്കിയപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയൊരു വോൾട്ടിലിറ്റി കുറച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. നിങ്ങളിപ്പോ FD ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടായേക്കാം, അല്ലെങ്കിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മേ ബി അവർ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്നതോടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു പോർട്ട്ഫോളിയോ എടുത്തിട്ട് പ്ലഡ്ജ് ചെയ്യാൻ പർപ്പസ് ആണെങ്കിലും നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കി ഇതിനൊരു ഡ്യുവൽ പർപ്പസ് ഉണ്ട്, അല്ലെ? നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു 8 to 10% ആണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടഡ് റിട്ടേൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അവിടെ നമ്മൾ പ്ലഡ്ജ് ചെയ്യണ്ട. നമ്മൾ പ്ലഡ്ജിങ് ചെയ്യുന്ന നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്നുള്ള ഒരു പർപ്പസ് ഇല്ല എങ്കിൽ പോലും ടു ബീറ്റ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ബെറ്റർ ദാൻ ഇൻഫ്ലേഷൻ എന്നുള്ള കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പൊ അവിടെ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ചെയ്യണോ വലിയ എമൗണ്ട് ചെയ്യണോ എന്നുള്ളത് നിർബന്ധമില്ല. പിന്നെ പ്ലഡ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നമുക്കൊരു ലോട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ലോട്ടിൽ ട്രാൻസാക്ഷൻസ് ചെയ്യണം നമ്മൾ പറയുന്നത് മിനിമം ഒരു 30,000 എങ്കിലും ക്യാപിറ്റൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്ലഡ്ജിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അബവ് 30 അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മുടെ കൈൻഡ് ഓഫ് ട്രേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക. മിനിമം 50,000 ഉണ്ടെങ്കിലാണ് നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മിനിമം ഒരു 3 lakh ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേണും ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള പ്ലഡ്ജ് ചെയ്തിട്ടുള്ള മാർജിൻ കിട്ടും. അപ്പൊ നമുക്ക് ബെറ്റർ ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോ മിനിമം 3 lakh മുതലാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക നമുക്ക് കൂടുതലായിട്ട് പ്ലഡ്ജ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ബെറ്റർ ആവുക എന്നുള്ളത്. ഓക്കെ, കാര്യം നമ്മള് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മനുഷ്യന്മാരാണ്. ചെറിയൊരു എമൗണ്ട് റിട്ടേൺ കാണുമ്പോൾ ആബ്സല്യൂട്ട് ടേംസിൽ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അത്ര ഇൻട്രസ്റ്റഡ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്യാവശ്യം റീസണബിൾ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് നോക്കുമ്പോഴായാലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് കാണാൻ പറ്റും. സോ കൺസിസ്റ്റൻസി തന്നെയാണ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ ഇവിടെ റൈറ്റ്. ഓക്കെ, അപ്പോ സുബിൻ ചോദിച്ചേക്കുന്ന പ്ലഡ്ജിങ് സ്റ്റെപ്സ് ആണ്. അപ്പൊ അത് ബ്രോക്കർ ടു ബ്രോക്കർ ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പൊ നിങ്ങൾ സെറോദയിലാണെങ്കിൽ സെറോദയുടെ കൺസോളിൽ വരിക, ഹോൾഡിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ കിട്ടും. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഡ്ജിന്റെ ഓപ്ഷൻ കാണും. സോ സിമിലർ ടു എനിക്ക് തോന്നുന്നു 5 പൈസയിലും സിമിലർ ഓപ്ഷൻ ആണ്. ഹോൾഡിംഗിൽ പോയിട്ട് നിങ്ങൾക്ക് പ്ലഡ്ജിനുള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പൊ അത് ഓരോ ബ്രോക്കറിൽ ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രോക്കറിൽ കസ്റ്റമർ കെയർ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും സ്പെസിഫിക് ബ്രോക്കർ ആയിട്ട്. ടോംസ് ചോദിച്ചേക്കുന്ന ഫോർ അപ്സ്റ്റോക്സ് യൂസേഴ്സ് ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് നോട്ട് ആസ്കിങ് അബൌട്ട് പ്ലഡ്ജിങ്. ഓക്കെ, അപ്പൊ ഫോർ ദ ടൈം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ സ്മോൾ കേസ് ഇന്റഗ്രേഷൻ ഉള്ള ഏതൊരു പ്ലാറ്റ്ഫോമിലും ഏതൊരു ബ്രോക്കറിലും നിങ്ങൾക്ക് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ അതിന്റെ പ്രശ്നമില്ല. അപ്സ്റ്റോക്സിന്റെ കേസ് നമ്മൾ പറഞ്ഞാൽ പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ETF ഫോർ ദ ടൈം അലൗഡ് അല്ല. മേ ബി ഷോർട്ട് ടേമിൽ അത് അലൗ ചെയ്തേക്കാം. അപ്പോ ടോംസിന്റെ കേസ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ അപ്സ്റ്റോക്ക് അതിന് വേണ്ടിയിട്ട് അപ്സ്റ്റോക്സ് യൂസ് ചെയ്യാം. Okay, Alexa ചോദിച്ചേക്കുന്നത് for Orbis account holders in Zerodha, is it possible to purchase the trader secret portfolio and do pledging? So Orbisന്റെ കേസിൽ പ്ലഡ്ജിങ് അവിടെ അലൗഡ് അല്ല, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഓർബിസ് എന്ന് പറഞ്ഞ സെറോദയുടേത് നമ്മളൊരു റേഞ്ച് ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഓർബിസിന്റെ അകത്ത് നിങ്ങൾക്ക് പ്ലഡ്ജിങ് എന്നുള്ള ഫെസിലിറ്റി അവൈലബിൾ ചെയ്തിട്ടുള്ള ഇല്ല സെറോദ കറന്റ്ലി. അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നീതു ചോദിച്ചേക്കുന്നത് when Sriram made the investment, I saw that expires on the date as Feb 7, 2022. Why is like that? നല്ലതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോ ഈ പോർട്ട്ഫോളിയോ എല്ലാ മാസമാണ് റിന്യൂഡ് ആണ്. മീനിങ് എല്ലാ AUM പോർട്ട്ഫോളിയോ നിങ്ങൾ AUM പോർട്ട്ഫോളിയോ ആണെങ്കിൽ എല്ലാ മാസം റിന്യൂ ചെയ്തിട്ടാണ് അത് ഒരു കൊല്ലമാവുന്നത്. ആ കൊല്ലത്തിലത്തെ ഫീസാണ് ഈ 0.5%. അപ്പൊ ഞാനൊരു ഇപ്പൊ 10,000 അല്ലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത, ഒരു എക്സാമ്പിൾ പറയാം. 10,000 ഇൻവെസ്റ്റ് ചെയ്തതിൽ 0.5% പറഞ്ഞാൽ 50 രൂപ, 50 rupees
ക്രെഡിറ്റ് ആണത് 12 മന്ത്സിലൂടെ. അപ്പൊ 50 ഡിവൈഡ് ബൈ 12 ഒരു 4.26-4.3 റുപ്പീസ് ആണ് ഒരു മാസം റിന്യൂവലിന് വേണ്ടിയിട്ട്. 10,000 ക്യാപിറ്റൽ ആണെങ്കിൽ, 1 ലക്ഷം ആണെങ്കിൽ 43 റുപ്പീസ് അങ്ങനെ. സോ അപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 430 റുപ്പീസ് അങ്ങനെ മാസം മാസം അത് റിന്യൂവൽ ആയിക്കൊണ്ടിരിക്കും. അത് കാരണമാണ് ഇന്ന് ജനുവരി 7th ആണെങ്കിൽ അടുത്ത മാസം ഫെബ്രുവരി 7th റിന്യൂവൽ ഡ്യൂ ആണത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇയർലി ഇപ്പൊ ഒരാൾക്ക് 120 റുപ്പീസ് ആണ് ഇയർലി ഒരു കോസ്റ്റ് വരുന്നെങ്കിൽ എല്ലാ മാസവും 10 രൂപ വെച്ചിട്ട് ആണ് നമ്മൾക്ക് മാസം ഡെബിറ്റ് ആവുക. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എക്സ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി കാണിക്കുന്നത്. അപ്പൊ അതങ്ങനെ കാണിക്കും. ഓട്ടോ റിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ റിന്യൂ ആണ് ബേസിക്കലി നിങ്ങൾ ബൈ ഡിഫോൾട്ട് വരിക. അപ്പോൾ ഓട്ടോ ആയിട്ട് റിന്യൂ ചെയ്തോളൂ. അപ്പൊ അതങ്ങനെ എക്സ്പയറി കാണിക്കുന്നു എന്ന് മാത്രം. എല്ലാ മാസവും ആണ് നിങ്ങൾ ആ ഒരു ഡെബിറ്റ് ഉണ്ടാവുക, ഡിവൈഡ് ചെയ്തിട്ട് 10 രൂപ വെച്ചിട്ടൊക്കെ ഈ പറഞ്ഞ കേസിൽ, റൈറ്റ്? സോ മാനുവൽ ചോദിക്കുന്ന ആസ് പെർ ന്യൂ റെഗുലേഷൻ വി നീഡ് ടു കീപ് 50% ആസ് ക്യാഷ് ഇക്വലന്റ് ആൻഡ് 50% ഓൺലി we can invest in trader secret portfolio. So anyways 50% capital is kept idle. So is there any solution for this? So actually നമ്മൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ കറന്റ്ലി എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ 50% പ്ലഡ്ജ് മാർജിൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. 50% ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാഷ് ഈക്വലന്റ് എന്നാണ്. അപ്പോൾ ബ്രോക്കേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ചില പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ ഓവർനൈറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ റിസ്ക് കുറവായിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെന്റിനെ ക്യാഷ് ഈക്വലൻസ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും പ്ലഡ്ജ് ചെയ്യാം. അപ്പൊ അതാണ് മാനുവൽ ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ലിക്വിഡ് ബീസ് ആണ് വളരെ ജനറസ് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ അത് ചെയ്യാം. ഇപ്പം സെറോദയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിപ്പോൺ ഇന്ത്യയുടെ ഒരു ഗിൽട്ട് ഫണ്ട് ഉണ്ട്. അതായത് ഒരു ബോണ്ട് ഫണ്ട് ആണ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോണ്ട് ഫണ്ട് ആണ്. സിമിലർ ടു ഭാരത് ബോണ്ട് ETF ഒക്കെ പോലെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്, പക്ഷെ കുറച്ച് വോളറ്റൈൽ ആയിരിക്കും ഗിൽട്ട് ഫണ്ട് എന്ന് പറയുമ്പോൾ. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വോളറ്റിലിറ്റി കാണാൻ പറ്റും. ബോണ്ട് ഫണ്ട് ആണ്. ഈവൻ ദോ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു 7 to 8% ഒക്കെ റിട്ടേൺസ് അവിടെ എക്സ്പെക്ട് ചെയ്യാനും പറ്റും. ഒരു 6 to 8% റേഞ്ചിൽ തന്നെ ആയിരിക്കും അതിന്റെ റിട്ടേൺസ് എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, റൈറ്റ്? അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സെറോദയുടെ കേസിൽ. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ബ്രോക്കർ ടു ബ്രോക്കർ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ ഏഞ്ചൽ മണി പോകുമ്പോൾ നിങ്ങൾക്ക് ഈ നിപ്പോൺ ETF അവിടെ കാണാൻ പോലും പറ്റിയെന്ന് വരില്ല പ്ലഡ്ജിന് വേണ്ടിയിട്ട്. അപ്പോൾ സെറോദയിൽ ഫോർ ദ ടൈം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ നോക്കിക്കൊണ്ട് വരികയാണ്. മേ ബി ബെറ്റർ ക്യാഷ് കമ്പോണൻസ് ഒക്കെ ഉള്ളത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു വളരെ റെഗുലർ ആയിട്ടുള്ള ട്രേഡർ അല്ല, നിങ്ങൾ ചില വീക്സ് വിടാറുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. പക്ഷെ നിങ്ങളൊരു നല്ല ഫുൾ ടൈം ട്രേഡർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേ ബി പേഴ്സണലി ഐ സേ ലിക്വിഡ് ബീസ് നിങ്ങൾക്ക് അത്ര ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവിടെ ഒരു ഹെയർ കട്ട് വരുന്നുണ്ട്, 10% ഹെയർ കട്ട്. സോ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ മേ ബി ബെറ്റർ റിട്ടേൺസ് അവിടെ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. കാരണം ലിക്വിഡ് ബീസിൽ മേ ബി ഗോയിങ് ഫോർവേഡ് ശ്രീരാം എനിക്ക് തോന്നുന്നു 3 to 4% പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ലിക്വിഡ് ബീസിൽ, റൈറ്റ്? അത് നമുക്ക് നമ്മൾ മുമ്പ് കണ്ടത് 5.5% ആണ് ലാസ്റ്റ് 21 years. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇന്നത്തെ കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 4%, 4.25% കിടക്കുമ്പോൾ ലിക്വിഡ് ബീസ് തരുന്നത് നിയർലി 2 to 3% ആണ്. കാരണം ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞാൽ അവര് ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ്, ഈ കമേഴ്ഷ്യൽ പേപ്പർ അങ്ങനത്തെ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ മേ ബി നമുക്കൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ സേവിങ്സ് ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ, സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് മേ ബി ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത്ര തന്നെ റിട്ടേൺസ് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്, റൈറ്റ്? ഓക്കെ, വിശാൽ ചോദിച്ചേക്കുന്നത് ക്യാൻ വി പ്ലെഡ്ജ് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ ഓൺ ഏഞ്ചൽ ആൻഡ് വാട്ട് അബൌട്ട് ദ ഹെയർ കട്ട്? സോ അത് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രീറാം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹെയർ കട്ടും കാര്യങ്ങളും. അപ്പൊ ശ്രീറാം അതൊന്നുകൂടെ ഒന്ന്. തീർച്ചയായിട്ടും. അപ്പൊ ഏഞ്ചൽ വണ്ണിന്റെ സ്പെസിഫിക്കലി വരുന്നത് നിയർലി 12.25% ആണ് നമ്മുടെ ഹെയർ കട്ട്. അപ്പൊ 87.5, 87.75% നിങ്ങൾക്ക് മാർജിനായിട്ട് കിട്ടും. മറ്റേ പോർട്ട്ഫോളിയോയും ഏർലി പറഞ്ഞ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ മറ്റേ ഏഞ്ചൽ വണ്ണിനും സീറോദാനും 5paisa എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് അവിടെ 12.5% ആണ് ഹെയർ കട്ട്. മീനിങ് 87.5% ആണ് മാർജിൻ കിട്ടുക നമുക്ക്.
ഓക്കെ, ഷാജി ചോദിച്ചിരിക്കുന്നത് എനി ഏർലി എക്സിറ്റ് ലോഡ് ഇസ് ദേ. അപ്പൊ അങ്ങനെ എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സിറ്റ് ലോഡ് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് 10:01 ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 10:02 അത് ക്ലോസ് ചെയ്യാം. യാതൊരു എക്സിറ്റ് ലോഡും ഇല്ല. എപ്പോ വേണിച്ചാലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നില്ല, അതോ ഫോർ സം റീസൺ അത് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണിച്ചാലും സബ്സ്ക്രൈബും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പോർട്ട്ഫോളിയോയിൽ. ഓക്കെ ഓക്കെ, സോ ആൽവിൻ ഇവിടെ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓർബിസ് വിൽ സൂൺ എനേബിൾ ഇക്വിറ്റി സെഗ്മെന്റ് വിത്തിൻ 1 to 2 months and can pledge for F&O. Confirmation received from their customer care. So in that case, trader secret portfolio can be used to pledge, I guess. Yeah. അപ്പൊ അതാണ് പറഞ്ഞത്, ഫോർ ദ ടൈം ഓർബിസിന്റെ അകത്ത് ഇല്ല, പ്ലഡ്ജിങ് ഫെസിലിറ്റി ഇല്ല. പക്ഷെ ആൽവിൻ പറഞ്ഞേക്കുന്നത് 1 to 2 months അവർ പ്ലഡ്ജിങ് അലൗ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതില് എന്റെ സൈഡിൽ നിന്ന് കറക്റ്റ് അപ്ഡേറ്റ് ഇല്ല, മേ ബി നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ മെബിൻ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ടു ലിക്വിഡ് ഫണ്ട് ഈസ് ദിസ് ബെറ്റർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഞാൻ ഇതിന് സ്ക്രീൻ ഷെയർ ചെയ്യാം, നമ്മളിത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന മാറ്ററാണ്. അതെ, ആ ഒരു റിട്ടേൺ സ്കെയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ആ ഒരു റിട്ടേണിന്റെ ഒരു ഇവനിപ്പോ കാണാൻ പറ്റുന്നില്ലേ സ്ക്രീൻ? സ്ക്രീൻ വിസിബിൾ അല്ല കേട്ടോ. ഇവിടെ ഇപ്പോഴോ? നോട്ട് ഷുവർ, എനിക്ക് വിസിബിൾ അല്ല. ഒന്ന് വേറെ ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാവോ? ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്, എനിക്കും സെയിം ആണ്. ഓക്കെ, നോ ഇഷ്യൂസ്. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് അയക്കാം ചാറ്റില്. നോ പ്രോബ്ലം, ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ 5.5% ആണ് കഴിഞ്ഞ 21 വർഷമായിട്ട് CAGR ഇത് കൊടുത്തേക്കുന്നത് ലിക്വിഡ് ബീസ്. അറ്റാച്ച് ചെയ്യാൻ പറ്റും നോക്കട്ടെ, ജസ്റ്റ് 1 second. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? യെസ്. അപ്പൊ ഇത് തന്നെയാണ് റൈറ്റ്? യെസ്. അതിൽ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. കഴിഞ്ഞ ചെറിയൊരു ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു 8 to 9 years എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ട്രേഡ് സീക്രട്ട് പോർട്ട്ഫോളിയോ. 11.9% ആണ് കൊടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഈ ഇക്വിറ്റീസിലുള്ള ഗ്രോത്ത് തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് വരുന്നത് ഗിൽറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഇത് 8.5% ആണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് കാണാം ഒരു 2016 തൊട്ട് 2018 2019 വരെ 0% റിട്ടേൺ ആണ് ഗിൽറ്റ് ഫണ്ട് കൊടുത്തേക്കുന്നത്. കാരണം ഗിൽറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ല, അത് പ്രൈസ് ഫ്ലക്ച്വേഷൻ ആവുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഗിൽറ്റ് ഫണ്ട് അണ്ടർ പെർഫോം ചെയ്തു. മറ്റേ നിപ്പോൺ ലിക്വിഡ് ബീസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ്, ഒരു ഡ്രോ ഡൗണും ഇല്ല. പക്ഷെ റിട്ടേൺസ് ഇൻഫ്ലേഷനോ അത് ഇൻഫ്ലേഷന്റെ ബിലോ ആണ് അതിന്റെ റിട്ടേൺസ് കഴിഞ്ഞ 8-9 വർഷങ്ങളായിട്ട്. ഇതാണ് കമ്പാരിസൺ. എനിക്കൊന്ന് അവിടെ നമ്മൾ വേറെയും കമ്പാരിസൺസ് ചെയ്തിട്ടുണ്ടായി, മേ ബി അതുകൂടെ ഒന്ന് ജസ്റ്റ്. അപ്പോ ഇത് മുമ്പ് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ. അപ്പൊ ഇത് കണ്ട് നമുക്കറിയാം വലിയ കറക്ഷൻസ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ കോവിഡ് സമയത്ത് മാർക്കറ്റ് 40% വീണപ്പോ 7% വീണപ്പോ ആ കറക്ഷൻ അല്ലാണ്ട് കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആയിട്ടാണ് ഈ പോർട്ട്ഫോളിയോ പോണത്. കാരണം ഡെറ്റ് ഉണ്ടല്ലോ, ഡെറ്റ് ഇൻട്രസ്റ്റ് തരും. പിന്നെ ആ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് പറഞ്ഞാൽ ഗിൽറ്റ് ഫണ്ടിന്റെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വോളറ്റിലിറ്റി വളരെ കുറവാണ്. അപ്പോ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. ഇക്വിറ്റി മാർക്കറ്റ്സ് സിഗ്സാഗ് പോകുമ്പോൾ അത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു 10% 12% റേഞ്ചിൽ കഴിഞ്ഞ 2001-2000 തൊട്ട് നോക്കുകയാണെങ്കിൽ അതായിരുന്നു അതിന്റെ റൺ റേറ്റ് റിട്ടേൺസ് CAGR. പിന്നെ എനിക്ക് തോന്നുന്നു ഡോട്ട് കോം ബബിൾസ് കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഡിഫറെന്റ് ക്രൈസിസിലും കാര്യങ്ങളിലും ഈ ഒരു പോർട്ട്ഫോളിയോയുടെ മൊമെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കാം. റൈറ്റ്, അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ ടൈം എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ,
മേ ബി ലാസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എടുക്കാം വിചാരിക്കും. ഓക്കെ, ഷിനു ചോദിച്ചേക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ അല്ല. സോ ഈസ് ആസ്കിങ് അബൌട്ട് സ്മാർട്ട് നിഫ്റ്റി. May I know the Sharpe ratio and dividend yield of the small case, and also about recommended amount? Does that mean ideal capital that needs to be deployed is 10 to 15 lakhs? So അവിടെ ഇങ്ങനെ ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് അല്ലെ റെക്കമെൻഡഡ് എമൗണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് 10 to 15 lakhs വേണമോ എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. Okay. About Shinu, Sharpe ratio, dividend yield nearly 1.5%, 2% ഇടയിലാണ് സ്മാർട്ട് നിഫ്റ്റിക്ക്. ഷാർപ്പ് റേഷ്യോ എന്റെ കയ്യിൽ ഇപ്പൊ അക്യുറേറ്റ് ഫിഗർ ഇല്ല, പക്ഷെ ഇമെയിൽ ഈ ചാറ്റിൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫുൾ ഈ റേഷ്യോസ് ആയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാം. സെക്കൻഡ്ലി, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നോക്കൂ, ഇപ്പൊ കുറച്ച് മാർക്കറ്റ്സ് ഓവർ ഹീറ്റഡ് ആണ്, എക്സോസ്റ്റഡ് ആണ്. അപ്പോ ഞങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾ ഒരു മിനിമം എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എത്രയാണ് മിനിമം എമൗണ്ട് സ്മാർട്ട് നിഫ്റ്റി പറയുന്നത്? ഉദാഹരണത്തിന് സ്മാർട്ട് നിഫ്റ്റിയുടെ ഇന്നത്തെ മിനിമം എമൗണ്ട് 90,000 rupees ആണെങ്കിൽ 90,000 rupees സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറെ ക്യാപിറ്റൽ ഉണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യാൻ, പക്ഷെ 90 rupees സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ SIP ചെയ്യുക. കാരണം ഇനി മാർക്കറ്റ്സ് കുറച്ചും കൂടി സിഗ്സാഗ് സ്റ്റേജിലേക്കും പോവുക ഇനി അടുത്തൊരു 3-4 മാസത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഡിപ്പ് വരുമ്പോഴോ ഒരു നല്ല കറക്ഷൻ വരുമ്പോഴോ SIP ചെയ്യുക, അല്ലെങ്കിൽ മാസം വെച്ചിട്ട് മാർക്കറ്റ് ഹൈ ആണോ ലോ ആണോ ഇറസ്പെക്റ്റീവ് SIP ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 10 lakh to 15 lakh ഇപ്പൊ ഞങ്ങള് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചെറിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് SIP ലൂടെ വെൽത്ത് ബിൽഡ് ചെയ്യുക. Vibin, second question, the MNC advantage and HQRP small case. So Vishak asked, so what is the difference between MNC advantage and HQRP small case? I am high risk taker and can handle volatile, can hold for 5 to 10 years. Which one would you suggest? So maybe Sriraman aതൊന്ന് explain ചെയ്യുന്നത് better ആയിരിക്കും. So MNC fund എന്താണ്, അല്ലെങ്കിൽ HQRP എന്താണ് purpose ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് പോർട്ട്ഫോളിയോ സിമിലാരിറ്റി പറഞ്ഞുതരാം. രണ്ട് പോർട്ട്ഫോളിയോ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്സ്. MNC അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്പനീസ് ആണ്. ഇന്റർനാഷണൽ കമ്പനിക്ക് ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂസ് കാണില്ല. നിങ്ങൾ യെസ് ബാങ്ക് എടുത്താലും RBL ബാങ്ക് എടുത്താലും ഫ്ലോപ്പ് ആയ ഏത് കമ്പനി എടുത്താലും ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ക്യാഷ് ആണ് ഫസ്റ്റ്. പക്ഷെ സെക്കൻഡ്, ക്യാഷിന്റെ ഇന്നത്തെ ഷോർട്ടേജ് വരുന്ന അവർക്ക് നല്ല ലീഡർഷിപ്പ് ഇല്ല, നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഇല്ല. ഇപ്പം MNC അഡ്വാൻറ്റേജ് ഫണ്ടില് ഒരു തിങ് അഷ്വർഡ് ആണ്, കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ വരില്ല. പിന്നെ ക്യാപിറ്റല്, പേറ്റൻസ്, ഇതൊക്കെ അവരുടെ US പേരന്റ് കമ്പനിയോ യൂറോപ്യൻ പേരന്റ് കമ്പനിയോ ബ്രിട്ടീഷ് പേരന്റ് കമ്പനിയോ ഒന്ന് അവർക്ക് ഈസി ആയിട്ട് ഡ്രോ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് MNC അഡ്വാൻറ്റേജ്. HQRP പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സ്. ഈ ഞങ്ങൾ കോർപ്പറേറ്റ് ഗവർണൻസ്, എല്ലാ പോർട്ട്ഫോളിയോയും കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് ഞങ്ങളുടെ നമ്പർ 1 കൺസേൺ. ഇപ്പൊ ഉദാഹരണത്തിന് ട്രേഡേഴ്സ് സീക്രട്ട് പോർട്ട്ഫോളിയോ ഡ്രോ ഡൗൺ ആണെങ്കിൽ ഞങ്ങൾക്ക് ബിഗ്ഗസ്റ്റ് കൺസേൺ HQRP പോർട്ട്ഫോളിയോയില് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. നല്ല ലീഡർഷിപ്പ് ആയിരിക്കണം, നല്ല മാനേജ്മെന്റ് ആയിരിക്കണം, സത്യസന്ധമായിട്ടുള്ള മാനേജ്മെന്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചും റിസ്ക് ടേക്കിംഗ് ആണ് വെച്ചാൽ HQRP പോർട്ട്ഫോളിയോ ആണ് സജസ്റ്റഡ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ്, അഗൈൻ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് ബൈ ഡിഫോൾട്ട് കുറച്ച് റിസ്കി ആയിട്ടതാണ്. ഇപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഭയങ്കര അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനി, ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, ഓട്ടോമൊബൈൽസ്, ആ കമ്പനികൾ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന പോർട്ട്ഫോളിയോ ആണ് HQRP പോർട്ട്ഫോളിയോ. അപ്പോൾ 5 to 10 years നല്ലൊരു ഹൊറൈസൺ ആണ്. അപ്പോൾ നിങ്ങൾ HQRP പോർട്ട്ഫോളിയോയിൽ പോകണമെന്ന് എന്റെ റെക്കമെൻഡേഷൻ. ഇപ്പൊ ഞങ്ങൾ എപ്പോഴും ഇത് സൈഡ് നോട്ട് ആയിട്ട് പറയാം, നിങ്ങൾ ചെറിയ ഒരു 1 year റിട്ടേൺസ് ആണ് നോക്കണേ, അല്ലെങ്കിൽ 6 month റിട്ടേൺസ് ആണ് നോക്കണേ, ഞങ്ങൾ എപ്പോഴും പറയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഞങ്ങളിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് ഞങ്ങൾ പറയുക. അപ്പൊ ഈ കേസിൽ വിശാഖിന് 5 to 10 years ആണെങ്കിൽ തീർച്ചയായിട്ടും HQRP പോർട്ട്ഫോളിയോ ആണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ്. അപ്പോ ഞാൻ അവിടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ചോദിക്കാനുള്ള, ശ്രീറാം, മേ ബി HQRP ഒരു 1 month ബിഫോർ അത്യാവശ്യം നല്ലൊരു ഡ്രോ ഡൗൺ പോലെ കണ്ടിട്ടുണ്ടായി, അത്യാവശ്യം നല്ലൊരു ഡിപ്പ് കണ്ടിട്ടുണ്ടായി. സോ അങ്ങനെയുള്ള ഒരു പോയിന്റ് ഓഫ് ടൈമില് SIP ആയിട്ട് ആഡ് ചെയ്യണം എന്നാണോ, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആവറേജ് ചെയ്യണം എന്നാണോ, അല്ല കീപ്പ് ഐഡിൽ എന്നുള്ളതാണോ സജഷൻ? അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ നോക്കുക, ഷോർട്ട് ടേമില് നമ്മൾ എത്ര നല്ല സ്റ്റോക്സ് പിടിച്ചാലും കാര്യമില്ല. മാർക്കറ്റ് ഇടിയാണെങ്കിൽ ഇതും ഇടിയും, മാർക്കറ്റ് കയറുകയാണെങ്കിൽ പോർട്ട്ഫോളിയോയും കയറും. ഇത് ത്രൂ ഔട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇത് എല്ലാ കൺട്രീസിലും ഇത് ബാധകമാണ്. ഓക്കെ, അപ്പോ ഈ ഡിപ്പില് SIP ആണോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും SIP ആണ്. കാരണം നമുക്ക് ഡിപ്പ് 2% ഡിപ്പായി.
പക്ഷെ 2% കഴിഞ്ഞിട്ടാണല്ലോ 4% ഡിപ്പ് വരിക, 4% ഡിപ്പ് കഴിഞ്ഞിട്ടാണല്ലോ 20% ഡിപ്പ് വരിക. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ SIP ചെയ്യുക. മന്ത്ലി ഒരു SIP ചെയ്യുക. നിങ്ങൾക്ക് 5,000 rupees ആണെങ്കിൽ 5,000, 10,000 ആണെങ്കിൽ 10,000, 1 lakh ആണെങ്കിൽ 1 lakh. അപ്പോൾ ഒരു കൺസിസ്റ്റന്റ് മാനറിൽ മാർക്കറ്റ് അപ്പ് ആണോ ഡൗൺ ആണോ ഇറസ്പെക്റ്റീവ് നിങ്ങൾ SIP ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ പോർട്ട്ഫോളിയോ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. നേരത്തെ MNC പോർട്ട്ഫോളിയോയും പറഞ്ഞു, മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വെൽത്തോ നിങ്ങളുടെ എത്ര കോർപ്പസ് ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ അതിന്റെ ബേസിസിൽ SIP ചെയ്യുക. സോ എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, സേ എന്താണ് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ എന്നുള്ളതും, അല്ലെങ്കിൽ സേ ഗ്രീൻ പോർട്ട്ഫോളിയോ ഇപ്പൊ ലാസ്റ്റ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബ്രീഫ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ സേ ഇന്ന് ഫ്രൈഡേ ആണ്. സോ മാക്സിമം ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇന്ന് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സേ നമ്മൾ ഒരിക്കലും വലിയ എമൗണ്ട് ചെയ്തിട്ട് പരീക്ഷിക്കരുത്. ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ആണ്, അല്ലെങ്കിൽ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡൗട്ട് ആണെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നോക്കുക ബെറ്റർ ആണോ അല്ലയോ എന്നുള്ളത്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഡിസൈഡ്, റൈറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ നിവിൻ ചോദിക്കുന്ന SIP വെച്ച് തുടങ്ങാൻ പറ്റുമോ, ഓർ ഷുഡ് ബി ഇൻവെസ്റ്റ് മിനിമം ഫസ്റ്റ് ദെൻ കണ്ടിന്യൂ വിത്ത് SIP. അപ്പോൾ ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോന്റെ കേസിൽ വളരെ ചെറിയ എമൗണ്ട് ആണ്, can consider SIP or lump sum, whatever it is. പക്ഷെ ബാക്കി ഇപ്പം HQRP കേസിൽ അറൌണ്ട് 50,000 റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ SIP ഓപ്പൺ ആവുള്ളൂ ഫോർ ദ ടൈം, സ്മോൾ കേസിന്റെ ഇത് വെച്ചിട്ട്. അപ്പം മിനിമം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം ക്വസ്റ്റ്യൻസ് ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പൊ അതാണ് പറയാനുള്ളത്. നിങ്ങൾ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ട്രേഡർ സീക്രട്ടിൽ നോക്കുക. സേ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സേ ഇന്ന ഒരു ETF അത്ര നല്ലതല്ല, സേ ഐ ഫൗണ്ട് സംതിങ് ബെറ്റർ എന്നുള്ളതൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് വന്നിട്ട് കമന്റ് ഇടുക. ഐ മീൻ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയക്കണം കൂടി ഇല്ല, ആ ഗ്രൂപ്പിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. സേ എല്ലാവരുടെയും ഒപ്പീനിയൻ നോക്കാം. സോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ശ്രീരാമു അല്ലെങ്കിൽ ഗ്രീൻ പോർട്ട്ഫോളിയോ ടീമുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം, സംസാരിക്കാം, ഇതുപോലെ സംസാരിക്കാം. സോ ഈ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആണ്, അത് മനസ്സിലാക്കുക. സോ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തേക്കുന്നത് ട്രേഡർ സീക്രട്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെഡ്ജ് ചെയ്യുക, ബെറ്റർ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. സേ അതാണ് ഫോർ ദ ഓൺ ഗോയിങ് പർപ്പസ്. ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും ബെറ്റർ അഡ്വാൻറ്റേജ് അവിടെ കാണുകയാണെങ്കിൽ അതും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. സോ വളരെ ഓപ്പൺ ആയിട്ട് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ചൂഷണം ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഗ്രീൻ പോർട്ട്ഫോളിയോയുടെ ഈ ഒരു സേ അവരുടെ ഒരു ബെറ്റർ റിസർച്ച്, നമ്മളൊരു ഇൻഡിവിജ്വൽ റിസർച്ചിനെക്കാളും എത്രയോ ബെറ്റർ ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് റിസർച്ച് നമുക്ക് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഡെഫിനറ്റ് ആയിട്ടും ഗ്രീൻ പോർട്ട്ഫോളിയോനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. സോ എന്താ പറയാ, നമുക്ക് നല്ല സപ്പോർട്ട് ഗ്രീൻ പോർട്ട്ഫോളിയോയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ശ്രീരാം എന്താ പറയാ വളരെയധികം താങ്ക്ഫുൾ ആണ് ആ ഒരു സൈഡിൽ. ശ്രീരാമൊക്കെ എത്രയോ തവണ നമ്മളുമായിട്ട് കോളിൽ ഇരുന്നിട്ടുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രീരാമ ഇല്ലെങ്കിൽ ഗ്രീൻ പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ട്രേഡർ സീക്രട്ട്. അപ്പൊ അതൊക്കെ ഒരു PMS കമ്പനീസിന്റെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺഫുൾ കമ്മ്യൂണിറ്റിയുടെ ഒരു പവർ തന്നെയാണ്. മേ ബി അതിന് വളരെയധികം താങ്ക്ഫുൾ ആണ് ശ്രീരാമനോട്, റൈറ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം, റൈറ്റ്. അപ്പോ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നിർത്താം, റൈറ്റ്. ഓക്കെ. സോ താങ്ക് യു ശ്രീറാം, താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു ഫോർ എവറി വൺ. താങ്ക് യു.